അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ സാർ, ഡോക്ടർ ഗംഗാധരൻ സാർ, കർത്താവിൽ സഹോദരങ്ങളെ, ബഥനി ആശ്രമത്തിൻ്റെ ഉപദേഷ്ടാവ്, എൻ്റെ സ്നേഹവന്ദനം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മലങ്കര സഭാ ചരിത്രത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഭാഗ്യസ്മരണാർഹനായ ബഥനിയുടെ പിതാക്കന്മാർ 3 പേരുടെയും ഓർമ്മ പെരുന്നാൾ സംയുക്തമായി കൊണ്ടാടപ്പെടുന്ന ഈ വേളയിൽ ആശ്രമ സ്ഥാപക പിതാവും ബഥനിയുടെ നെടുനായകനുമായ അഭിവന്യ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ നാമത്തിലുള്ള മാർ തേവോദോസിയോസ് എക്സലൻസ് അവാർഡ് സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മർത്തമ്മ പൗലോസ്തീയൻ കാതോലിക്ക ബാവയാണ് ഇതിനെ ഈ സമ്മേളനത്തിലേക്ക് വന്ന് ഇതിനെ ധന്യമാക്കാമെന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം താമസിയാതെ ഇവിടെ വരും. അദ്ദേഹത്തെ എൻ്റെയും ഈ ആശ്രമത്തിൻ്റെയും പേരിലുള്ള എല്ലാവിധമായ സ്വാഗതവും അർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കാമെന്ന് പറഞ്ഞിരുന്നത് നിലയ്ക്കൽ ഭദ്രാസനാധിപനും ബഥനിയുടെ വലിയ സ്നേഹിതനുമായ അഭിമന്യ ജോഷമാർ നിക്കോദീമോസ് തിരുമേനിയാണ്. അദ്ദേഹവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെയും ഈ ആശ്രമത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് തുമ്പമൺ ഭദ്രാസനാധിപനും ആശ്രമത്തിൻ്റെ വിസിറ്റന്റ് ബിഷപ്പുമായ അഭിമന്യ ക്ലിമിയസ് തിരുമനസ് കൊണ്ടാണ്. അദ്ദേഹവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും ഈ ആശ്രമത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ യാത്ര ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് സിന്നഡിൻ്റെ സമയമായതുകൊണ്ട് സിന്നഡ് മുഴുവൻ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് അത് തീർന്ന് അവരെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസം കൂടാതെ അവരേവരും ഇവിടെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുകയും അവരേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം എന്തിനു വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു? ആ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ആരാധനായ VP ഗംഗാധരൻ ഡോക്ടറെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ക്രിസ്തുഭാവം ഹൃദയത്തിൽ പേറുന്ന ബഹുമാനപ്പെട്ട ഡോക്ടറെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബഥനിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അഭിമന്യ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ സ്മരണാർഹമുള്ള ഈ അവാർഡ് ദാന സമ്മേളനത്തിൽ അഭിമന്യ തിരുമേനിയെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് മലങ്കര സഭയുടെ അഭിമാനപുത്രനായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രവർത്തന മേഖലകളിൽ നിന്ന് വിരമിച്ചിട്ടും മനുഷ്യസ്നേഹം ഉള്ളിൽ പേറി ക്രിസ്തുഭാവത്തോടെ രാഷ്ട്ര ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബെഞ്ചമിൻ സാറിനെ ഇന്ന് ലഭിച്ചതിൽ വലിയ അനുഗ്രഹമായി കരുതുന്നു. അദ്ദേഹത്തെയും ഈ ആശ്രമത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ആശ്രമാംഗം കൂടിയായ അഭിമന്യ തേവോദോസിയോസ് തിരുമേനി അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ അധ്യക്ഷനായിരിക്കുന്നത്. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന തിരുമേനിയെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് കാവൽ പഠനം സഭാ സ്വാതന്ത്ര്യത്തിൻ്റെ കർമ്മയോഗിയുമായ അലക്സിയോസ് മാർ തേവോദോസിയോസ് ചരമവർഷ കനക ജൂബിലി വർഷമാണ് ഈ അടുത്ത് വരുന്നത്. ഈ ജൂബിലി പ്രഖ്യാപനം നടത്തുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ ലോകസഭാ നേതാവ് ശ്രീ ആൻഡ്വാനി വന്നു ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു. റാന്നിയുടെ പ്രിയങ്കരനായ നേതാവ് ബഥനിയുടെ ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന ശ്രീ രാജു എബ്രഹാം MLA ബഥനി പ്രസ്ഥാനത്തിൻ്റെയും ആദര ശുശ്രൂഷ കാര്യവിചാരകത്വത്തിൻ്റെയും കർമ്മിയുടെ ഈ വർഷത്തെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തേവോദോസിയോസ് തിരുമേനിയുടെ മാതൃ ഇടവകയിൽ നിന്നും വലിയ പള്ളിയിൽ നിന്നും അഭിമന്യ പക്വമസ് തിരുമേനിയുടെ ഭദ്രാസനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും മറ്റ് എല്ലാ അംഗങ്ങളെയും വളരെ ഹാർദവമായി തന്നെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പെരുന്നാൾ ക്രമീകരിക്കുന്നവർക്ക് ബഥനി ആശ്രമത്തിലേക്ക് വന്നുയർന്നിരിക്കുന്ന സാരഥ്യം വഹിക്കുന്ന നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ
ജോഷുവ മാർ നിക്കോദീമോസ് തിരുമേനിയും ഈ പെരുന്നാളിൻ്റെ മുഖ്യ സംഘാടകനും ജനറൽ കൺവീനറും ഭദ്രാസന സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഷൈജു കുര്യൻ അച്ഛനും ജോയിൻ്റ് കൺവീനർമാരായി ബഹുമാനപ്പെട്ട ജോജി മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട എ ബി വർഗീസ് അച്ഛൻ, സമീപ ഇവിടങ്ങളിൽ നിന്നുള്ള വികാരിമാർ, ഇടവക ഭരണസമിതികൾ, വിവിധ ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവരോടുള്ള പ്രത്യേകമായ കടപ്പാടുകൾ അറിയിക്കുകയും അവരെ ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. കാവ്യവസ്ത്രം ധരിച്ച് മലനാടുകളിൽ തിരുവചനം പഠിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ നിലനിർത്തുകയും ചെയ്ത പിതാക്കന്മാരുടെ ഓർമ്മയിൽ ഈ പൊതുസമ്മേളനത്തിന് വന്ന് ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ കോർപ്പിസ്കോപ്പമാർ, അച്ഛന്മാർ, ബ്രഹ്മാച്ചന്മാർ, വൈദികർ, ചെമ്മാച്ചന്മാർ, സിസ്റ്റേഴ്സ്, നല്ലവരായ ബദനിയെ സ്നേഹിക്കുന്ന ഏവരുമേ, നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ സമ്മേളനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്ക് സ്വാഗതം അവസാനിപ്പിക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബദനിയുടെ ആത്മീക പുത്രൻ ഇടുക്കി ഭദ്രാസന അധിപൻ അഭിവന്യ മാത്യൂസ് മാർ തെവോദോസ്യോസ് തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്യ തിരുമേനിമാർ ഉടൻ തന്നെ ഇവിടെ എത്തും എന്നുള്ളത് സ്വാഗത പ്രസംഗം റംബാച്ചൻ ഓർപ്പിച്ചതുകൊണ്ട് പരിശുദ്ധ പിതാവിനെ സംബോധന ചെയ്യുന്നു. അഭിവന്യ പിതാക്കന്മാർ, നമുക്കേവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ ബെഞ്ചമിൻ കോശി, ഡോക്ടർ വി പി ഗംഗാധരൻ, വന്യ റംബാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠർ, ഷമ്മാശന്മാർ, വിശിഷ്ടാതിഥികൾ, ബദനി സിസ്റ്റേഴ്സ്, നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഒട്ടുമിക്ക പള്ളികളിൽ നിന്നും വന്നിട്ടുള്ള തീർത്ഥാടകരെ, നിരണം വലിയപള്ളി ഇടവകയിൽ നിന്ന് വന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള തീർത്ഥാടകർ, മാവേലിക്കര ഭദ്രാസനത്തിൽ വന്നിട്ടുള്ള വൈദികർ, വിശ്വാസികൾ, എല്ലാ പ്രിയപ്പെട്ടവരുമേ, ബലഹീന എനിക്ക് അധ്യക്ഷപദം വീണ് കിട്ടിയ ഒരു പദവിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഇനി ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മീറ്റിംഗ് സമയബന്ധിതമായി നടത്തണമെന്ന് ഇതിൻ്റെ സംഘാടകർക്ക് നിർബന്ധമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ബലഹീനായ ഞാൻ ഡോക്ടർ വി പി ഗംഗാധരനെ കുറിച്ച് ഒരു നോട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ജോലി മാത്രമാണ് എനിക്കുള്ളത്. എങ്കിലും കാര്യപരിപാടിയുടെ സാമാന്യമായ ഭംഗിയായ പുരോഗതിക്ക് ഒരു വാക്ക് മാത്രം ഞാൻ നന്ദിയായി അർപ്പിക്കുകയാണ്. ബദനി സമൂഹത്തെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച 1918 ശതാബ്ദിയെ നോക്കിക്കൊണ്ട് ബദനി യാത്ര ചെയ്യുകയാണ്. ബദനി ആശ്രമവും ബദനി മഠവും നിങ്ങളുടേതാണ്, സഭയുടേതാണ്, സമൂഹത്തിൻ്റേതാണ്. നിങ്ങൾ ഇവിടേക്ക് ഒഴുകി വരുന്നത് ബദനിയിലെ പിതാക്കന്മാരോടും ബദനി സിസ്റ്റേഴ്സിനോടും ഒക്കെയുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ 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 ത്യാഗങ്ങൾ സഹിച്ച് ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഈ മല ചവിട്ടിക്കയറിയ എല്ലാവരോടും ബദനി സമൂഹത്തിന് ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ചെറുത് മനോഹരമെന്ന് ഒരു ചൊല്ലുണ്ട്. തീർച്ചയായിട്ടും ചെറുതായി തുടങ്ങിയ ബദനി പ്രസ്ഥാനം ഈ മുണ്ടൻമലയിൽ ശോഭിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ കരുണയാണ്. അത് മനോഹരമാണ്. വന്നേർന്ന തീർത്ഥാടകരുടെ മുമ്പിൽ ഒരു ചലഞ്ച് കൂടി ഞാൻ വയ്ക്കുകയാണ്. പുണ്യസ്മരണാർഹരായ അലക്സിസ് മാർ തെവോദോസ്യോസ്, യൂഹാനൻ മാർ അത്താനാസ്യോസ്, പൗലൂസ് മാർ പക്കോമിയോസ്, ഈ പിതാക്കന്മാർ വഴി നയിച്ച, അതുപോലെ തന്നെ ഇവിടെ ഈ സെമിട്രിയിൽ ഖബറടങ്ങിയിരിക്കുന്ന ബദനിയിലെ ആദ്യത്തെ അംഗമായ വല്യച്ഛൻ അഥവാ മത്തായി OAC അച്ഛൻ, അന്ത്രയോസ് അച്ഛൻ മുതലുള്ള വൈദിക ശ്രേഷ്ഠൻ, മൺമറിഞ്ഞു പോയ സിസ്റ്റേഴ്സ്, അവരൊക്കെ വഴി നയിച്ച വഴിത്താരയിലൂടെ ബദനി സമൂഹത്തിലെ അംഗങ്ങളായ ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇവിടെ പ്രസ്ഥാനം കെട്ടിടങ്ങൾ വളർന്നതുകൊണ്ട് ബദനി വളർന്നു എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. ബദനി ആശ്രമവും ബദനി മഠവും അതിന് ഉപയുക്തമായ രീതിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യത്തെ സന്യാസി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠർ നയിക്കുന്ന ഇടവക
സഭയുടെ വിവിധ കർമ്മ മേഖലകൾ ബഥനിയിലേക്ക് ദൈവവിളിയുള്ള കൊച്ചു സഹോദരന്മാരെ, കൊച്ചു സഹോദരിമാരെ പ്രാർത്ഥനാപൂർവം നിങ്ങൾ കണ്ടെത്തി അയക്കണമെന്നുള്ളൊരു വെല്ലുവിളി, കാലത്തിൻ്റെ വെല്ലുവിളിയാണ്. സമൂഹം മുമ്പോട്ട് പോകണമെങ്കിൽ കെട്ടിടം നിന്നതുകൊണ്ട് സമൂഹമായില്ല, സമൂഹത്തിൽ അംഗങ്ങളുണ്ടാവണം. ഒരു പക്ഷേ ഞാനും പറയും, ഞാനും പ്രായമാകുന്നു, കൊച്ചൊരു തലമുറയെ പുറകോട്ട് നോക്കുമ്പോൾ കിട്ടണം. ഈ പൂർവ്വപിതാക്കന്മാർ, ഭാഗ്യസ്മരണരായ പിതാക്കന്മാർ വഴി നയിച്ച പേര് അതാണ്. മശിഹാനുകരണം, OIC, ഓർഡർ ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. മശിഹാരണ സമൂഹം എന്ന് പറയുവാൻ തക്കവണ്ണം കുറവുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഈ സമൂഹത്തെ സഭ എന്തുദ്ദേശത്തിനായി, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എന്തുദ്ദേശത്തിനായി ഫാദർ PT ഗീവർഗീസിനെയും ഡീക്കൺ അലക്സിയോസിനെയും നിയോഗിച്ചുവോ ആ ഉദ്ദേശ ശുദ്ധി തെല്ലും ചോർന്നു പോകാതെ ആത്മാഭിമാനത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ദൈവം കരുണ ചെയ്യണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച വെല്ലുവിളി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. ഇത് സഭയ്ക്കുള്ള വെല്ലുവിളിയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ബഥനി സമൂഹം അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ മുന്നേറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘു അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ സദസ്സിന് മുഖ്യ സന്ദേശം നൽകുന്ന നീതിയുക്തനായ ന്യായാധിപൻ, ആറാട്ടുപുഴ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ ജന്മം കൊണ്ട മലങ്കര സഭയുടെ അഭിമാനപുത്രൻ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവറുകളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ തിരുമേനി ഡോക്ടർ ഗംഗാധരൻ, തോമസ് റമ്പാച്ചൻ, വന്യനായ തോമസ് റമ്പാച്ചൻ, വന്യരായ വൈദികരെ, ഷിജുവച്ചൻ, ഇന്ന് തിരുമേനിമാരുടെ ഓർമ്മ പെരുന്നാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, വന്യരായ സിസ്റ്റേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുമേ, ആദ്യമായി ദൈവതിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇങ്ങനെയുള്ളൊരു നല്ല കാര്യത്തിൽ വന്ന് പങ്കുചേരാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുകയും ഈ സമ്മേളനത്തേക്ക് വിളിച്ച ദേവദോസസ് തിരുമേനിയോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ബഥനി ആശ്രമം ഒരു അന്യ ആശ്രമമോ അന്യ സ്ഥലമോ അല്ല. ഞാൻ 1962 മുതൽ 66 വരെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് പ്രീ യൂണിവേഴ്സിറ്റിക്കും BScക്കും പഠിക്കുന്ന സമയത്ത് എല്ലാ വെക്കേഷനിലും ഈ ആശ്രമത്തിൽ വന്ന് 1-2 ആഴ്ച താമസിക്കുമായിരുന്നു. അന്ന് ഇതുപോലെയുള്ള ആശ്രമ സ്ഥലമൊന്നുമില്ല, ഓലമേഞ്ഞ കെട്ടിടമാണ്. അതുപോലെ തന്നെ മത്തായിയച്ചനും യാക്കോബച്ചനും ഒക്കെ നല്ലപോലെ വഴക്ക് പറയും. അപ്പോൾ കുര്യാക്കോസച്ചൻ വന്നിട്ട് നല്ല തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കും. അന്നത്തെ ആ രീതിയും ചിട്ടയും ഒക്കെ ഇപ്പോഴും മനസ്സിൽ വളരെയേറെ ആഹ്ലാദം പകരുന്നതാണ് വാസ്തവത്തിൽ. ഏറ്റവും ഒടുവിൽ പിന്നീട് ഇവിടെ വന്നത് വാസ്തവം പറഞ്ഞാൽ 68 സഭ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു കോൺഫറൻസ് നടന്നു. അന്ന് വളരെ ഗംഭീരമായിട്ട് ആ കോൺഫറൻസ് വന്നു സംബന്ധിച്ചു. അന്നത്തെ ഒക്കെ ചിന്തകളും, അന്ന് ധ്യാനം നടത്തിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യോഹന്നാൻ അച്ഛനായിരുന്നു, പിന്നെ അത്തനാസ്യോസ് തിരുമേനിയായ യോഹന്നാൻ അച്ഛനായിരുന്നു. അന്നത്തെ ആ രീതിയും, അന്ന് ക്ലാസ്സൊക്കെ എടുക്കുന്നത് പൗലോസ് മാർ ഗ്രിഗോറിയോസ്, അന്ന് പോളോറീസ് അച്ഛനായിരുന്നു, MV ജോർജ് അച്ഛൻ, ജോഷുവ അച്ഛൻ, ഇവരുടെയൊക്കെ ക്ലാസ്സുകളും അതിനെക്കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പോൾ ഇപ്പോഴും മനസ്സിൽ ഒന്നുകൂടെ ചെറുപ്പമായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വരുന്ന ഒരു രീതിയാണ്. ഇന്ന് നമ്മൾ 3 പുണ്യപിതാക്കന്മാരെയാണ് ഓർക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ അലക്സിയസ് മാർ തേവദോസിയോസ്, യൂഹാനോൻ മാർ അത്തനാസിയോസ്, പൗലോസ് മാർ പക്കോമിയോസ്, ഈ 3 വന്യ പിതാക്കന്മാരുടെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അവരെ സ്മരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ഓർക്കണം. തേവദോസിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ സഭയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള അന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം വളരെയേറെ ബുദ്ധിമാനും തന്ത്രശാലിയുമായ ഇവാനിയോസ് തിരുമേനിയെ വിട്ടിട്ട് അദ്ദേഹത്തിന് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി. എന്നാൽ സഭയോടുള്ള സ്നേഹം നിമിത്തം എന്തെല്ലാം ഓഫറുകളും പേടിയിൽപ്പീരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കുകയും സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത് ബഥനി പ്രസ്ഥാനം തന്നെ വളർത്തിയെടുക്കുകയും ചെയ്ത തെവദോസോസ് തിരുമേനി, വാസ്തവത്തിൽ അദ്ദേഹം കൂടി ഇവാനിയോസ് തിരുമേനിയുടെ കൂടെ പോയതായിരുന്നെങ്കിൽ ഇന്ന് സഭയുടെ ഭാഗം തന്നെ ഇല്ലാതെ വന്നുപോയി. ആ ഒരു രീതിയായിപ്പോയി. അതുകൊണ്ട് സഭയ്ക്ക് വളരെയേറെ സേവനം ചെയ്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ് തെവദോസോസ് തിരുമേനി. അതുപോലെ തന്നെ യോഹന്നാൻ അത്തനാസിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് വിദ്യാർത്ഥികളെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകെയാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനപ്രസംഗം, ധ്യാനത്തിൻ്റെ കൂടെ തന്നെ വളരെ നല്ല ഉപദേശങ്ങൾ അദ്ദേഹം തരുമായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ധ്യാനം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ധ്യാനത്തിൻ്റെ കൂടെ പറഞ്ഞു, ഫെയ്ത്തും ട്രസ്റ്റും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു പ്രാർത്ഥനയ്ക്ക് ആൾക്കാരെല്ലാം മഴ പെയ്യാനായിട്ട്, വറവ് സമയത്ത് ഒരു മഴ പെയ്യാനായിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ പോയി. അതിൽ ഒരു കുട്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോയതല്ലേ മഴ പെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പേര് കുടയെടുത്തോണ്ട് പോയി. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. കാരണം യാചിപ്പീൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞൊരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം. പിന്നീട് പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ട് നമ്മൾ മേളിലോട്ട് എറിയുക, ആ കുഞ്ഞ് ചിരിക്കും. കാരണം കുഞ്ഞിനറിയാം അപ്പൻ കുഞ്ഞിനെ പിടിക്കുമെന്ന്. അപ്പനോടുള്ള ട്രസ്റ്റ്, ഇതാണ് ദൈവത്തിനോടുള്ള ട്രസ്റ്റ് വേണ്ടതെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ദൈവം നമുക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളൊരു ട്രസ്റ്റ് വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവർക്കും വേണം. എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ധൈര്യം വിടരുത്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടോ എന്ന് പറഞ്ഞ ദൈവം നമ്മളെ കൈവിടുകയില്ല, നമ്മുടെ കൂടെ ഉണ്ടാകും. അസുഖങ്ങൾ വന്നാലും എന്തെല്ലാം വന്നാലും അതുണ്ടാകും എന്നുള്ള ഒരു ചിന്ത, ആ ഒരു വലിയൊരു ഉപദേശം ഇപ്പോഴും മനസ്സിലിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുക, തമ്പുരാൻ നടത്തുമെന്നുള്ളൊരു ചിന്ത വരിക. അതൊക്കെ അന്ന് പഠിപ്പിച്ച് വിട്ട ഗുണമാണ്. യോഹന്നാൻ അത്തനാസിയോസ് തിരുമേനിയുടെ കൂടെ ഞാൻ അച്ഛനായിട്ടാണ് എനിക്ക് കൂടുതൽ പരിചയം. തിരുമേനി ആയി കഴിഞ്ഞാൽ പിന്നെ അധികം പരിചയമില്ല. കാരണം അത് വളരെ കുറച്ച് കാലമേ തിരുമേനിയായിട്ട് ഇരുന്നുള്ളല്ലോ. കാരണം നല്ല മനുഷ്യർ പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത്. ഏതായാലും ശരി തന്നെ അദ്ദേഹം ആ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരു മെത്രാപ്പോലീത്തായിട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ യുവജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടായിരുന്നു. വലിയൊരു ആകർഷണ ശക്തിയായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പക്കോമിയോസ് തിരുമേനിയോട് എനിക്ക് തോന്നുന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആൾക്കാരെ ഓർത്തു കഴിഞ്ഞാൽ വെച്ചാൽ കരുതലാണ്. ഞാൻ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് ചില ജഡ്ജിമെൻറ്റിനെ കുറിച്ചൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഈ മനുഷ്യാവകാശ കമ്മീഷൻ ആയതിനു ശേഷം തന്നെ ചില സംഗതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ പത്രത്തിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്ന ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ കരുതുന്ന ഒരാളായിരുന്നു, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരാളായിരുന്നു. ആ ഒരു സ്നേഹമാണ് പക്കോമിയോസ് തിരുമേനി മനുഷ്യരെ അടുപ്പിച്ചിരുന്നത്. ആൾക്കാരോടൊക്കെ സ്നേഹവും ആൾക്കാരെ കരുതുകയും എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു പ്രശ്നമുണ്ട് ഞാൻ തിരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം, അതിന് പറയും ഇങ്ങോട്ട് വിളിച്ചു പറയും. പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞൊക്കെ ശരി തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു രീതി, നമ്മളൊരു ധൈര്യപ്പെടുത്തുന്ന രീതി, ഇതൊക്കെയാണ് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമെന്ന് പറയുന്നത്. അതാണ് സ്നേഹം ഉണ്ടായാൽ പോരായല്ല, സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. അപ്പം ഇങ്ങനെ ഉള്ള 3 വന്യ പിതാക്കന്മാർ ബഥനി പ്രസ്ഥാനമെന്ന് പറയുന്നത് തന്നെ സന്യാസ പ്രസ്ഥാനം കൊണ്ട് മലങ്കര സഭയ്ക്ക് ആത്മീയമായ നവോത്ഥാനം നൽകിയ ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. തപസ്സിൻ്റെ ശക്തി, ആ തപസ്സിൻ്റെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയും മലങ്കര സഭയെ മുഴുവൻ ഉത്തേജിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്, ഇപ്പം പുതിയ കാരിസ്മാറ്റിക് ചിന്താഗതികളൊക്കെ വന്നിട്ട് എന്തിനാണ് വൈദികർ, എന്തിനാണ് മരിച്ചവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മുടെ വൈദികരെ ഓർക്കുന്നത് എന്നൊക്കെയുള്ള ചിന്താഗതി ധാരാളം ഉണ്ട്. അങ്ങനെ ഒരു എപ്പോഴും ടി വിയിലും മറ്റും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ വരാറുണ്ട്. എന്നാൽ ബൈബിൾ വായിച്ചു നോക്കുക, പലരും പറയും നിങ്ങൾ ക്രിസ്ത്യാനികളാണ്,
നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൗരോഹിത്യവും രാജ്യത്വം ഉള്ളവരാണ്. പൗരോഹിത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, എന്തിനാണ് പുരോഹിതന്മാരെന്ന് ചോദിക്കും. ലേവ്യരെല്ലാം പൗരോഹിത്യത്തിന് യോഗ്യരായവരായിരുന്നു. ലേവ്യ ഗുണത്തിൽ പഴയ നിയമത്തിൽ പറയുന്ന. എന്നാൽ ധൂപമർപ്പിക്കാനും ബലിയർപ്പിക്കാനുമായിട്ട് അഹ്റോൻ്റെ മക്കളെയും അഭിഷേകം ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പം ലേവിയുടെ ഗോത്രത്തിന്, ലേവിയുടെ പൗത്രനായ കോരഹിനൊരു ചിന്ത, കോരഹിൻ്റെ മക്കൾക്കൊരു ചിന്ത, ഞങ്ങളും ലേവ്യന്മാരാണല്ലോ, ഞങ്ങൾക്കും ധൂപം അർപ്പിച്ചാൽ എന്താണ്? സംഖ്യാപുസ്തകത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കോരഹിൻ്റെ പുത്രന്മാർ വിചാരിച്ചു ഞങ്ങൾക്കും ബലിയർപ്പിക്കാം. അപ്പം അവർക്ക് വലിയ ആൾക്കൂട്ടമൊക്കെ പലരും പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ ബലി അർപ്പിക്കാനായിട്ട് പോയി. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ ബലി അർപ്പിക്കാനായിട്ട് തുനിഞ്ഞപ്പം ഭൂമി നടുകെ പിളർന്ന് അവർ അകത്തായി പോയി എന്നാണ് പറഞ്ഞത്. ദൈവം യഹോവ എന്ന് അവരെ അന്നേരം തന്നെ ശിക്ഷിച്ചു. കാരണം എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് പുരോഹിതന്മാർ. അവർക്ക് പ്രത്യേകമായ സ്ഥാനം വേദപുസ്തകത്തിൽ പഴയ നിയമകാലത്ത് തന്നെ ഉണ്ട്. അത് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബൈബിളിലൊക്കെ ഈ മൂപ്പന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സഭയിൽ പറയുന്നുണ്ട്. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അന്ന് ആദിമകാലത്തെ ഒളിച്ചും പാത്തും ജനങ്ങൾ കൂടിയിരുന്ന സമയത്ത്, ജനങ്ങൾ ഒളിച്ചും പാത്തും കൂടിയിരുന്നതായ ആ സമയത്ത് ഓരോരുത്തർക്കും വളരെ മൂപ്പന്മാരെന്ന് പറയുന്ന ആൾ കൂട്ടത്തിൽ പ്രായമുള്ള ആളല്ല, അഭിഷേകം ചെയ്ത് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് വന്നിരിക്കുന്നതാണ്. അത് മൂപ്പന്മാരെന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. കാരണം ഒറിജിനൽ വേർഡ് പ്രിസ്ബിറ്റർ എന്നാണ്. പ്രിസ്ബിറ്റർ ഇംഗ്ലീഷിലാക്കിയപ്പോൾ എൽഡർ എന്നാക്കി, അത് മലയാളത്തിൽ മൂപ്പനെന്നാക്കി. പ്രിസ്ബിറ്ററിന് സുറിയാനി പറയുന്ന കശീശാണ്. അപ്പോൾ ഒറിജിനൽ ബൈബിളിൽ കശീശയാണ്. കാരണം ഓരോ ഗ്രൂപ്പിലും കശീശയാണ്. അതാണ് വൈദ്യർ. എന്നിട്ട് തിമോത്തിയുടെ പുസ്തകത്തിലും തിമോത്തിയോസിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, പല ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സൂപ്പർവൈസർ വേണം. അതാണ് എപ്പിസ്കോപ്പ. ഇതൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇപ്പം അവരുടെ സ്ഥാനം എന്താണ്? യോഹന്നാൻ റെവലേഷൻ എഴുതിയപ്പോൾ യോഹന്നാൻ ശ്രീയായ കർത്താവ് ഇപ്പം എന്താണുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാനെ വിളിച്ച് കാണിച്ചു, നീ വരാൻ പോകുന്നു, ഇപ്പം നടക്കുന്നതായ കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നടത്തി എന്താണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അവിടെയുമുണ്ട് ഈ വൈദികരെ ധൂപം വീശുന്നത്, വീണ വായിക്കുന്നതും ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. ചെന്നിട്ട് വെളിപാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. മൂപ്പന്മാരെന്നാണ് മലയാളം ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിൽ എഴുതുന്നത്, POC വൈദികരെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതായാലും തന്നെ കശീശന്മാർ. അപ്പം വൈദികരുടെ ആ ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മരിക്കും. വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും മരിക്കത്തില്ല. കാരണം എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരിക്കില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോമിസം. അതുകൊണ്ട് മാത്രമാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ ജഡം വിട്ടാലും, ജഡത്തോടുകൂടി ഇരുന്നാലും ജഡം വിട്ടാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുന്നത്. നമ്മൾ ഒരു നാളും മരിക്കത്തില്ല, ഈ ലോകത്ത് നിന്ന് കടന്നു പോകും. നമ്മുടെക്ക് നിത്യജീവൻ അവകാശ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ചവർക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് കർത്താവിൻ്റെ പ്രോമിസാണ്. അപ്പോൾ നിത്യജീവൻ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ആയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വൈദികരെ തിരുമേനിമാരൊക്കെ നമുക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ സഭയ്ക്ക് വേണ്ടി ഇത് കഴിഞ്ഞിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ പരമലയും കബറിങ്കിലും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവരുടെ പ്രാർത്ഥന കൊണ്ടും മധ്യസ്ഥത കൊണ്ട് എപ്പോഴും ഗുണം കിട്ടും. പലപ്പോഴും മധ്യസ്ഥ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ മധ്യസ്ഥത കൊണ്ട് ഗുണം കിട്ടും. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ അടുത്ത് ഗീവർസതൻ്റെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ 15 നോമ്പിൽ മാതാവിൻ്റെ പ്രാർത്ഥന ഓർമ്മിക്കുന്ന സമയമാണ്, മാതാവിന് വേണ്ടി നോയമ്പ് നോക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ ഈ പ്രാർത്ഥന കൊണ്ടുള്ള ഗുണം, അത് കർത്താവിനോടടുത്ത് വിശുദ്ധ മധുബായിൽ ശുശ്രൂഷ ചെയ്ത് സഭയ്ക്ക് വേണ്ടി ജീവിച്ച് ആശ്രമ ജീവിതം നയിച്ച തപശ്ചര്യ കൊണ്ട് തപശക്തി കിട്ടി പരിശുദ്ധത നേടിയ ഈ 3 പിതാക്കന്മാർ, സഭയ്ക്ക് മുഴുവൻ ഉത്തേജനം നൽകിയ 3 പിതാക്കന്മാർ, അവരുടെ മധ്യസ്ഥത എപ്പോഴും നമുക്ക് ഗുണമായിരിക്കും. അവർ നമ്മളോടുകൂടി പ്രാർത്ഥിക്കുകയും നമ്മളോടുകൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ധാരാളം കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. ഈ കുറവുകൾ പരിഹരിച്ചിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഗുണം തീർച്ചയായിട്ടും കിട്ടും. ഈ 3 പിതാക്കന്മാരെക്കുറിച്ച്, സഭയ്യുടെ ഏറ്റവും കൂടുതൽ സഭയ്ക്ക് ഉത്തേജനം നൽകിയ ഈ 3 പിതാക്കന്മാരെക്കുറിച്ച്, കൂടുതൽ യുവജനങ്ങളെ സഭയിലേക്ക് അടുപ്പിച്ച ഈ 3 പിതാക്കന്മാരെക്കുറിച്ച്, തപശ്ചര്യ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും ധ്യാനപ്രസംഗങ്ങൾ കൊണ്ടും നമ്മളെ മുഴുവൻ
മലങ്കര സഭയെ മുഴുവൻ തന്നെ മൊത്തത്തിൽ ആക്കിയ ഈ 3 പിതാക്കന്മാർ യുടെ മധ്യസ്ഥയിൽ നമുക്കും അഭയം തേടാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള മെത്രാച്ചന്മാർ ദേവദാസന് ഇനിയിപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള മെത്രാച്ചന്മാരെ മറ്റു നല്ല ആൾക്കാരെ സഭയ്ക്ക് മുതൽക്കൂട്ടാകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി തുമ്പവൺ ഭദ്രാസന അധിപൻ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് തിരുമേനിയെ ഉപചാരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഹോദര മെത്രാപ്പൊലിത്തന്മാരെ, ഇന്ന് നമുക്ക് അനുസ്മരണ പ്രസംഗം നൽകിയ ജസ്റ്റിസ് ബെഞ്ചമിൻ ഘോഷി, അവാർഡ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഗംഗാധരൻ, എനിക്കും നിങ്ങൾക്കും പ്രിയങ്കരനായിരിക്കുന്ന നമ്മുടെ MLA രാജു എബ്രഹാം, ബഹുമാനപ്പെട്ട അംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ സുന്നതദോസ് അല്പം നേരത്തെ തീർത്തിട്ടാണ് പോരുന്നത്. ഞാൻ അതിലും അല്പം കൂടി നേരത്തെ ഇറങ്ങിയതുകൊണ്ടാണ് 5 മിനിറ്റ് നേരത്തെ വന്നത്. എന്തായാലും ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ, ഈ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. എൻ്റെ ബാല്യം മുതൽ പരിചയമുള്ള ഒരു വലിയ ആത്മീയ ധന്യത നിറഞ്ഞ ഒരു സ്ഥാപനമാണ് ബഥനി ആശ്രമം. ഈ ആശ്രമത്തെ എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് നടന്ന് ഇവിടെ കഷ്ടാനുഭാഴ്ചയിലെ ശുശ്രൂഷയ്ക്ക് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. അങ്ങനെ എൻ്റെ പിതാവ് ഇവിടെ വരുവാൻ ഉണ്ടായൊരു സാഹചര്യം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ ബന്ധത്തിലുള്ള ഒരു വന്യവൈദികനായിരുന്നു ബഹുമാനപ്പെട്ട ചുണ്ടമണ്ണിൽ അച്ഛൻ. അച്ഛനും ഞങ്ങളും തമ്മിലുള്ള കുടുംബബന്ധം, സ്നേഹബന്ധം ഒക്കെ എൻ്റെ പിതാവിനെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ എൻ്റെ പിതാവ് ഇവിടെ വരുമായിരുന്നു. അങ്ങനെയാണ് എന്നെ ഈ സ്ഥാപനം എൻ്റെ പിതാവ് പരിചയപ്പെടുത്തിയത്. പ്രത്യേകിച്ച് പീഡാനുഭവ ശുശ്രൂഷയ്ക്ക് ഒരു 2-3 ദിവസമെങ്കിലും ഇവിടെ വന്ന് താമസിച്ച് ആ ആത്മീയ ധന്യത പ്രാപിച്ചിട്ടുള്ള ഒരു തലമുറയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമാണുള്ളത്. ഇന്ന് അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം എല്ലാ ഇടവകളിലും അങ്ങനെയുള്ള ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഒരാശ്രമ പശ്ചാത്തലത്തിൽ വളരെയേറെ ആത്മീയ ധന്യത നിറഞ്ഞ ആ ശുശ്രൂഷകൾ ഒരു കാലത്ത് വളരെ ആളുകളെ ആകർഷിച്ചിരുന്നു. ഈ പ്രദേശത്തുള്ള ഇടവകളൊക്കെ ഈ ആശ്രമത്തിലെ അംഗങ്ങളുടെ ആ ശുശ്രൂഷയുടെ ആ വലിയ മാധുര്യം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഭാഗ്യസ്മരണാർഹനായ അലക്സിയോസ് മാർ തേവോദോസ്യോസ് തിരുമേനിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ആശ്രമത്തിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അതെൻ്റെ വളരെ ചെറുപ്പത്തിലാണ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ഇത്ര സുന്ദരമായ ലളിതമായ ശബ്ദം, മണിമണിയായിട്ട് ഇങ്ങനെ പ്രാർത്ഥന ഉരുവിടുന്ന ഒരു ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. യാതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത ആരാധന ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഇവിടെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കും പരിചയിച്ചിട്ടുള്ളവർക്കും അനുഭവമുള്ളതാണ്. അതൊരു വലിയ ആകർഷണീയം കൂടിയാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിനുള്ള ഏറിയ സ്നേഹവും വാത്സല്യവും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു മാതൃകാ പുരുഷനായിരുന്നു അദ്ദേഹം. അതിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ച കാലം
കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തായെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആരംഭകാലത്ത് ഒരു തരത്തിൽ പീഡ സഹിച്ച ഒരാളാണെന്നും കൂടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇന്നങ്ങനെ പീഡകളൊന്നുമില്ല. മാർ ഇവാനിയോസ് തിരുമേനി ഈ സ്ഥാപനം വിട്ട് പോകുമ്പോൾ വളരെ മനോവ്യഥ അനുഭവിച്ച ഒരു വലിയ ശ്രേഷ്ഠ പിതാവാണ് അദ്ദേഹം. ഇന്ന് കാണുന്ന റബ്ബർ തോട്ടമൊന്നും അന്നില്ല. ഒരു കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശം. പക്ഷേ നാരകമുണ്ടായിരുന്നതാണ് എൻ്റെ പിതാവൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അന്നത്തെ ആദായം അതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചെറുനാരകം നിറഞ്ഞ ഒരു തോട്ടം ഇവിടെ ഇതിൻ്റെ പരിസരത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. ഇന്ന് തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു. പിതാക്കന്മാർ പിന്നീടുണ്ടായിരുന്നവരും കടന്നുപോയി. വൈദിക ശ്രേഷ്ഠർ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് പോയി. അവർ കഴിഞ്ഞ തലമുറയെ മുഴുവൻ നമുക്കൊന്ന് അനുസ്മരിക്കാം, ആദരവോടുകൂടി സ്മരിക്കാം. പിന്നീടുള്ള എൻ്റെ ഒരു അനുഭവം, ഭാഗ്യവാനായിരുന്ന തെവോദോസ്യസ് തിരുമേനിയെ ഒരു രോഗിയായിട്ടാണ് കാണുന്നത്. ഞാൻ വൈദിക സെമിനാരിയിൽ വിദ്യാഭ്യാസം 1953 ഞാൻ SSLC പാസ്സായ വർഷമാണ്. കോട്ടയം MD സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അലക്സിയോസ് മാർ തെവോദോസ്യസ് തിരുമേനിയും തോമാ മാർ ദിവന്നാസ്യോസ് തിരുമേനിയും രോഗശയ്യയിലായി ഈ പിഴിച്ചിൽ നടത്തുന്ന അല്ലെങ്കിൽ ഒഴിച്ചിലുമൊക്കെ നടത്തുന്ന ഒരു ചികിത്സാ രംഗമാണ് എൻ്റെ മനസ്സിൽ പിന്നീടുള്ളത്. മാന്നാനം ആശ്രമത്തിൽ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും മരവിയിൽ തോണിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ടിങ്ങനെ കിടക്കുന്ന ഒരു അപ്പോഴത്തേക്കൊക്കെ ക്ഷീണിതരായി. പിന്നീടുള്ള ആ ഒരു കാലവും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരികയാണ്. പോകട്ടെ, ഈ ആശ്രമം, ബഥനി ആശ്രമം സഭയ്ക്ക് നൽകിയിട്ടുള്ള ആ സംഭാവനകൾ പല വിധത്തിൽ സാഹിത്യപരമായും ആത്മീയമായും അവരുടെ ആത്മീയ സന്ദേശങ്ങൾ ഇടവകളിലും സമൂഹത്തിലും വിദ്യാർത്ഥി ലോകത്തിലും നൽകിയിട്ടുള്ളതും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അതിനുശേഷം ഞാൻ വൈദികനായി വന്നപ്പോൾ ആദ്യമായിട്ട് വികാരിത്വം, ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ 1964 വൈദികനായി, ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ട് ചുമതലയെടുത്തത് ഇടനാട്, വാഴമുട്ടമൊക്കെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. പക്ഷേ ഒരു സമയത്ത് പെരുന്നാട് ഇടവക പള്ളിയിൽ ചുരുങ്ങിയ കാലത്തേക്ക് വികാരി സ്ഥാനം ഞാൻ സ്വീകരിച്ചെന്നുള്ളത് ഞാൻ സന്തോഷം. അന്നും ഈ സമൂഹമായിട്ടുള്ള ബന്ധം, സമൂഹത്തിലെ പിതാക്കന്മാരും അതുപോലെയുള്ള ഇവിടെ താമസിക്കുന്നവരുമായിട്ടുള്ള എൻ്റെ അടുത്ത പരിചയം, വല്ലപ്പോഴും ഒക്കെ വന്ന് താമസിക്കുന്ന ആ ആത്മീയ ശാന്തത അനുഭവിച്ചിട്ടുള്ള ഒരു രംഗമെന്നുള്ളതിൽ വളരെയേറെ സംതൃപ്തനാണ്. അത് കഴിഞ്ഞ് ഞാൻ തോണിക്കടവ് പള്ളിയിൽ 1970 വരുമ്പോൾ, 71, 72 കാലത്തിലാണ് വരുന്നത്. അന്ന് തോണിക്കടവ് പള്ളി ഇതിൻ്റെ ഒരു ശാഖയായിട്ട് ഉള്ള അവസ്ഥയാണ്. ആണ്ടിലൊരിക്കൽ ഒരു വിശുദ്ധ കുർബാന ചൊല്ലുന്ന തോണിക്കടവ് പള്ളി. അതൊന്നും ഇന്ന് നമ്മുടെ മനസ്സിലെങ്ങും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസം വന്നേക്കാം. ആണ്ടിലൊരിക്കൽ ഒരു വിശുദ്ധ കുർബാന മാത്രം ചൊല്ലുന്ന തോണിക്കടവ് പള്ളി, അത് ഈ ബഥനിയിലെ ആശ്രമത്തിലെ വൈദികരാണ് വന്നവർക്ക് ആണ്ടിലൊരിക്കൽ 40-ാം വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാനയൊക്കെ കൊടുത്ത് ആ ഇടവക അംഗങ്ങളെ അങ്ങനെ ആത്മീയതയിൽ സംരക്ഷിച്ചിരുന്നതാണ്. പിന്നെ ചിറ്റാറ്, ശീതത്തോട്, വടശ്ശേരിക്കരയിന് പരിസരത്തുള്ള എല്ലാ പള്ളികളും ഈ വൈദികരുടെ, ഈ ആശ്രമത്തിലെ വൈദികരുടെ ഒരാത്മീയ സംരക്ഷണത്തിലായെന്നുള്ള ഒരു സംഗതിയും കൂടി ഇപ്പോൾ നമുക്ക് സ്മരിക്കാം. അന്ന് ഞാനാണ് തോണിക്കടവ് വികാരിയായിട്ട് ആണ്ടിലൊരിക്കൽ തവണ നടക്കുന്ന കാലം. ഞാൻ മാസത്തിലൊരു തവണ ആരംഭിച്ചു, പിന്നീട് 2 തവണയായി, പിന്നീട് 1980 ആയപ്പോഴത്തേക്ക് ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ തോണിക്കടവ് പള്ളിയൊക്കെ പണിതതിന് ശേഷം പോയി. പോട്ടെ, അത് എൻ്റെ ഒരു അനുഭവം. ഇവിടെ ആയിട്ടുള്ള ബന്ധത്തിന് ഈ സ്ഥലവുമായി ഈ പരിസരവുമായിട്ടൊക്കെയുള്ള അനുഭവം പറയുന്നു മാത്രം. എന്തായാലും ഈ തിരുമേനിയെ ഇങ്ങനെ അനുസ്മരിക്കുന്നു എന്നുള്ളത്
സമൂഹത്തിലെ നല്ല സേവനം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു സ്മരണയായി കൊടുക്കുന്ന അവാർഡ് ഒരു വലിയ സന്ദേശമാണ്. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു. തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളിയിരിക്കുന്ന സമയത്തിൽ എൻ്റെ സംസാരം ഇവിടെ നിർത്തുന്നു. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. തിരുമനസ്സുകൊണ്ടും പരിശുദ്ധ സുന്നഹദോസ് അല്പം നേരത്തെ തീർത്തിട്ടാണ് എഴുന്നള്ളിയിരിക്കുന്നത്. തിരുമനസ്സിനെ എല്ലാവരുടെയും നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പറഞ്ഞല്ലോ, സാമൂഹിക സേവനം നടത്തുന്ന ഈ ഡോക്ടർക്ക് ഈ അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നതിൽ അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അനുമോദിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായിരുന്ന അലക്സിയസ് മാർ തേവോദോസ് സിരിമേനെ ഇങ്ങനെ ഒരു ഇതിൽ കൂടി അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന അപേക്ഷിക്കുകയും ചെയ്യുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു, വെളിവിയടിയ രഖില താരമതാ വെളിവും നീ കാന്ത്യങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീൺചിന്തയുമടിയാ റീനൊഴിക്ക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം വാഴ്ത്തപ്പെടട്ടെ. സദസ്സിൽ അധ്യക്ഷവേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ ഘോഷി, ഇന്ന് നാം ആരെ ആദരിക്കുവാനായിട്ട് ഇവിടെ ആദരവോടെ ക്ഷണിച്ച് വന്നിരിക്കുന്നുവോ ആ പ്രിയപ്പെട്ട ഡോക്ടർ വി പി ഗംഗാധരൻ, ഈ ദേശത്തിൻ്റെ പ്രിയപ്പെട്ട MLA രാജു എബ്രഹാം, മറ്റ് വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഓഗസ്റ്റ് 6-ാം തീയതി എന്ന് പറയുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പല പ്രാധാന്യം ഉൾക്കൊള്ളുന്ന സുദിനമാണ്. നമ്മുടെ വേദഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രകാരം കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുന്നൊരു ദിവസമാണിത്. അതോടൊപ്പം തന്നെ താപസ ശ്രേഷ്ഠന്മാരായിരുന്ന 3 പിതാക്കന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിൽ ഈ ബദനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ വിളിക്കപ്പെടാവുന്ന അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലീത്തായുടെ ഓർമ്മ പെരുന്നാളാണ്. അദ്ദേഹം തികഞ്ഞ താപസ ശ്രേഷ്ഠനും സഭയുടെ വിശ്വാസം കാത്തു സംരക്ഷിച്ച് ഈ മലമുകളിൽ ഒരു പർണാശ്രമം കെട്ടിപ്പടുത്ത് താപസ ജീവിതം നയിച്ച ഒരു പിതാവുമാണ്. 21-ാം നൂറ്റാണ്ടിൽ പോലും ഈ പ്രദേശത്തിൻ്റെ യാത്രാ സൗകര്യവും അതുപോലെ തന്നെ ജനനിബിഡ വാസവുമൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പോലും ഇത്രയും പരിമിതമായിരിക്കെ വർഷങ്ങൾക്ക് മുൻപ്
60-70 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഈ മലയുടെ മുകളിൽ കടന്നു വന്ന് താപസ ജീവിതം നയിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സഭയുടെ വിശ്വാസ കാര്യങ്ങളിലുണ്ടായിരുന്ന തീഷ്ണത, അതുപോലെ തന്നെ ഒരു യഥാർത്ഥ സന്യാസ ജീവിതത്തിൻ്റെ മാതൃക, അത് പൂർണ്ണമായി ജീവിതത്തിൽ അനുഷ്ഠിച്ച് സ്വയം ബലിയായി തീർന്ന അഥവാ സ്വയം ഇല്ലാതായി തീർന്ന, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ സന്യാസ ജീവിതം കൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ച് മെഴുകുതിരി ഉരുകി ഇല്ലാതാകുന്നത് പോലെ സ്വയം ഇല്ലാതായ ഒരു പരിശുദ്ധ പിതാവ്. ആ പിതാവിൻ്റെ നാമം ശാശ്വതീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ആലോചിച്ച് ഒരു അവാർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവാർഡിന് അർഹനായിരിക്കുന്നത് ഡോക്ടർ VP ഗംഗാധരൻ അവറുകളാണ്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. ഒരു ഡോക്ടർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി എന്ന് വിളിക്കുവാനാണ് എനിക്ക് താല്പര്യം. അദ്ദേഹത്തെ പല സന്ദർഭങ്ങളിലും വേദി പങ്കിട്ടിട്ടുണ്ട്. നമ്മുടെ പരിമല ക്യാൻസർ ആശുപത്രി തുടങ്ങാനിരിക്കുന്ന ആശുപത്രി സന്ദർശിച്ച് നമ്മൾ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ട്. അനേക ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ അദ്ദേഹം ഓരോ അനുദിനം പല ദിവസങ്ങളുമായി കണ്ട് ആശ്വസിപ്പിച്ച് ഒരു ചികിത്സകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനം വിശ്വപ്രസിദ്ധമാണ്. അല്ലെങ്കിൽ ഇന്ന് അത് കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും ഡോക്ടർ VP ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെന്ന് സംശയമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏതൊരു രോഗിയെയും കാണുന്നതിനും സൗമ്യമായി സംസാരിക്കുന്നതിനും അവനെ ആശ്വസിപ്പിക്കുന്നതിനും അവനെ സൗഖ്യപ്പെടുത്തുവാൻ ഈശ്വരൻ തനിക്ക് നൽകിയ നൽവരം അറിവ് പാകപ്പെടുത്തി ഉപയോഗിച്ച് ആ രോഗിയെ സൗഖ്യപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന ഒരു മനുഷ്യസ്നേഹി, അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിത്വത്തെയാണ് ഈ താപസ ശ്രേഷ്ഠനായിരിക്കുന്ന പരിശുദ്ധ തേവോദോസിയോസ് തിരുമേനിയുടെ നാമത്തിൽ നമ്മൾ ആദരിക്കുന്നത്. കരുണയും സ്നേഹവും വറ്റി വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. മനസ്സുകളിൽ മതിലുകൾ കെട്ടി ഉയർത്തി അവനവൻ മാത്രം ലോകത്തിൽ സുഖസൗകര്യങ്ങളോട് ജീവിക്കണമെന്ന് സ്വയം കരുതുകയും അന്യൻ്റെ വേദന എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത വിധത്തിൽ സമൂഹം ഇന്ന് മരവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അധികപ്പറ്റാണെന്ന് വിചാരിക്കുകയില്ലെന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ ഡോക്ടറുടെ സേവനമെന്ന് പറയുന്നത് രോഗികൾക്ക് അദ്ദേഹം ഒരു ദൈവദൂതനാണ്. സ്വന്തം മൊബൈൽ ഫോൺ നമ്പർ എല്ലാ രോഗികൾക്കും നൽകി രാത്രിയോ പകലോ അർദ്ധരാത്രിയോ അദ്ദേഹത്തെ വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പല രോഗികളെയും എനിക്ക് നേരിട്ടറിയാം. ഏത് സമയത്തും അദ്ദേഹത്തെ വിളിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളത്തിലോ ഭാരതത്തിലോ ലോകത്തിലോ അങ്ങനെയുള്ള എത്ര ഡോക്ടർമാരെ നമുക്ക് കണ്ടുമുട്ടാൻ ഒക്കും. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രോഗികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. അതുപോലെ തന്നെയാണ് അദ്ദേഹം രോഗികളെ സഹായിക്കുന്ന രീതി എന്ന് പറയുന്നത് സാധാരണ ആർക്കും സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷമാണത്. അങ്ങനെയുള്ള ഒരു മനുഷ്യസ്നേഹിയായ, മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു സന്യാസി ജീവിതത്തേക്കാൾ അപ്പുറമായി ലോകത്തിൻ്റെ സമൂഹത്തിന് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നമ്മൾ ആദരിക്കുന്നത് താപസശ്രേഷ്ഠനായി ലോകത്തിൻ്റെ മുൻപാകെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മെഴുകുതിരി ഉരുകി ഇല്ലാതാകുന്നത് പോലെ ഒരു യാഗ ബലിയർപ്പണം സ്വയം ജീവിതത്തിൽ സ്വാംശീകരിച്ച ഒരു താപസശ്രേഷ്ഠൻ്റെ ഓർമ്മ നടത്തുന്ന ദിവസം. ഇത് രണ്ടും വളരെ അധികം തീർച്ചയായും ഈ ജഡ്ജിങ് കമ്മിറ്റി ഉചിതമായൊരു വ്യക്തിത്വത്തെ കണ്ടെത്തി എന്നുള്ളതിൽ ഞാൻ വളരെയധികം
സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കാലം ചെയ്ത അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ വന്ന് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ബാലനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചുംബിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സഭയുടെ തീഷ്ണത, സഭയുടെ നിലനിൽപ്പിൻ്റെയും ഭാവിക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ തീഷ്ണതാഭാവം എന്തെന്ന് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു നിസ്സംഗതയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ. ഈ മലയുടെ മുകളിൽ ഏകാന്തവാസം നയിക്കത്തക്കവണ്ണമുള്ള വിധത്തിലുള്ളൊരു ആശ്രമം, ആ കാലഘട്ടത്തിലെ ഒരു ആശ്രമത്തിൻ്റെ അവസ്ഥ, ആർഷ ഭാരത സംസ്കാരത്തിലെ സന്യാസ ജീവിതത്തിൻ്റെ പ്രസക്തി എന്തെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. കാവി വസ്ത്രം സ്വീകരിച്ച ഒരു പിതാവ്, ഭാരതത്തിൽ കാവി വസ്ത്രത്തിന് സന്യാസ ജീവിതത്തോട് ബന്ധമുണ്ടെന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് കാവി വസ്ത്രം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ കഴിയുകയായിരുന്നു. ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ പ്രധാന സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന മറ്റൊരു മഹാചാര്യൻ ഈ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു വിശ്വാസത്തിലേക്ക് കാലൂന്നുമ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് അചഞ്ചലമായി സഭയോടും താനെടുത്ത പ്രതിജ്ഞയോടും സന്യാസ ജീവിതത്തോടും ഒക്കെ അദ്ദേഹം കാണിച്ച ഭക്തിയും കൂറും എത്ര മഹത്താണ്. അത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് അതുപോലുള്ള ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളെയും ഏത് വിധത്തിലുള്ള ദുരന്തങ്ങളെയും സ്വയം നേരിടുവാൻ തക്കവണ്ണമുള്ള കരുത്ത്, മനസ്സിൻ്റെ കരുത്ത്, ദൈവാശ്രയത്തിലുള്ള കരുത്ത് ആ സന്യാസിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പലരും എന്തെങ്കിലും പറയുവാൻ കാണുമെന്നാണ് എൻ്റെ വിചാരം. അല്പസമയം വൈകി എന്നുള്ളത് അറിയാം. അത് ഇന്നത്തെ സഭയുടെ പരിശുദ്ധ സുന്നകദോസ് നടക്കുന്ന സന്ദർഭമാണ്. അത് അല്പസ്വല്പമൊക്കെ വളരെ നേരത്തെ അവസാനിപ്പിച്ചാണ് ഞങ്ങൾ ഇത്രയും പിതാക്കന്മാരെ ഇവിടെ കടന്നു വന്നത്. അതുകൊണ്ട് ഈ സന്യാസി ജീവിതം നയിച്ച് ലോകത്തിൻ്റെ മുൻപാകെ മാതൃക കാണിച്ച ആ താപസശ്രേഷ്ഠൻ്റെ ഓർമ്മ പെരുന്നാളിൽ അദ്ദേഹത്തിൻ്റെ നാമം ശാശ്വതീകരിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ഡോക്ടർ ഗംഗാധരനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യ സ്നേഹം നിറഞ്ഞ ജീവിത അല്ലെങ്കിൽ ആ ജീവിത ശൈലി നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹീത വചസ്സുകൾക്ക് നന്ദി. ഈ അവാർഡ് ദാന സമ്മേളനത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെല്ലാവരെയും ഭക്തിപൂർവം ബഥനി ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ്രമ പിതാവിൻ്റെ സ്മരണാർത്ഥമുള്ള അവാർഡ് സ്വീകരിക്കുന്ന VP ഗംഗാധർ ഡോക്ടറിനെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ ബഥനി ആശ്രമ അംഗമായ അഭിമന്യ മാത്യൂസ് മാർ തെവോദോസിയോസ് തിരുമേനിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, ഡോക്ടർ ബെഞ്ചമിൻ ഘോഷി, ഡോക്ടർ VP ഗംഗാധരൻ, വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, റമ്പാച്ചന്മാരെ, ഷമ്മാശന്മാരെ, വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പരിശുദ്ധ സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്നും മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നും നിരണം ഭദ്രാസനത്തിൽ നിന്നും വന്നിട്ടുള്ള വൈദിക സഹോദരങ്ങൾ, വിശ്വാസികൾ, പെരുന്നാട് ബഥനിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, ബലഹീനായ എനിക്ക് വളരെ അഭിമാനത്തോടെ ഇന്ന് നമ്മൾ സ്നേഹപൂർവ്വം ആദരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് തന്നെ ഡോക്ടർ VP ഗംഗാധരനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും എന്നെ ഏൽപ്പിച്ച ചെറിയ ഒരു ജോലി ഞാൻ വിനയപൂർവ്വം ഇവിടെ അർപ്പിക്കട്ടെ. ലെറ്റ് മീ സേ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്.
about Dr. V.P. Gangadharan, Vadavatat House, Marad, Ernakulam. The head of the department and chief medical oncologist of hospitals like Lakeshore, Wellcare Hospital Ernakulam, Cochin Hospital Ernakulam, and Caritas Hospital Kottayam. Former head of the department of Regional Cancer Institute, Trivandrum. A distinguished oncologist who combines high professional skill with compassion. A source of hope for cancer patients, generally steeped in despondency. He is primarily responsible for organizing and developing medical oncology at centers like Regional Cancer Center Trivandrum. Dr. V.P. Gangadharan also had undergone many royal professions in Royal Macedon Hospital, Sutton, the UK, and General Town Hospital, Washington, D.C., the USA. മലയാളത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയട്ടെ. നമ്മളൊരു പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഒരു തടസ്സം പാതയ്ക്ക് കുറുകെ അലറി ഒഴുകുന്ന പുഴ. അപ്പുറം കടക്കാൻ നേർത്ത ഒരു പാലമേ ഉള്ളൂ. ആകെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് നമ്മെ തോളിലേറ്റി അപ്പുറത്ത് എത്തിച്ചാലോ? ഇതുപോലൊരു ദൗത്യമാണ് ഡോക്ടർ V.P. ഗംഗാധരൻ്റേതെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മൾ. ക്യാൻസർ എന്ന മാരകമായ രോഗത്തെ ആഗോള പ്രശസ്തനായ ഈ ഡോക്ടർ V.P. ഗംഗാധരൻ തൻ്റെ ജീവിതം മുഴുവൻ രോഗത്തിൻ്റെ അതിഭീകരത കാർന്നു തിന്നുന്ന അനേകർക്ക് വഴി തടയുമ്പോൾ ഭയന്നു നിൽക്കുന്ന മനുഷ്യരെ സാധ്യതയുടെ നൂൽപ്പാലത്തിലൂടെ അദ്ദേഹം ശിഷ്ടജീവിതത്തിൻ്റെ മറുകരയിലെത്തിക്കുന്നു. രോഗിയുടെ മനസ്സ് കാണുമ്പോൾ ചികിത്സ നന്നായി ഫലിക്കുന്നു എന്ന വിശിഷ്ട ദർശനമാണ് ഈ ഡോക്ടറുടെ കർമ്മമണ്ഡലത്തെ ദീപ്തമാക്കുന്നത്. ചികിത്സ കഴിയുമ്പോൾ ഓരോ രോഗിക്കും അറ്റുപോകാത്ത ഒരു ഹൃദയ ബന്ധം കൂടി അദ്ദേഹം സമ്മാനിക്കുന്നു. അതെ, പരിശുദ്ധ ബാവ തിരുമേനി നമ്മളോട് കൽപ്പിച്ച് അരുളി ചെയ്തതുപോലെ ഡോക്ടർ V.P. ഗംഗാധരൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും പ്രാപ്യമാണ്. എല്ലാവരും അതിലൂടെ രോഗത്തിന് ശാന്തിയും സമാധാനവും തേടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. ഒന്നുകൂടി പറയട്ടെ, ഹി ഈസ് ദ ഫസ്റ്റ് ഓങ്കോളജിസ്റ്റ് ഓഫ് കേരള എന്ന്. ജീവിതം എന്ന അത്ഭുതം. ഡോക്ടർ V.P. ഗംഗാധരനെ കുറിച്ച് ഒരു കഥാകൃത്തായ K.S. അനിയൻ എഴുതിയ പുസ്തകം, ഇത് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ്. ഈ പുസ്തകം മതി, ധാരാളം മതി. ഡോക്ടർ V.P. ഗംഗാധരൻ ആരാണ്, എന്താണ്, എവിടെയാണ് എന്നറിയാൻ. ബഥനി സമൂഹം, പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ മഹാനായ ഡോക്ടറെ തിരിച്ചറിയുന്നു. വേദനിക്കുന്നവരുടെ പാവങ്ങളുടെ വേദനകളിൽ താതാത്മ്യം പ്രാപിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഈശ്വര അരൂപികളാക്കി ലോകത്തിന് പുതിയ ഭാവവും പുതിയ പുത്തൻ ജീവിത നാമ്പുകളും അദ്ദേഹം സമ്മാനിക്കുന്നു. ജഗദീശ്വരൻ അദ്ദേഹത്തെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഡോക്ടർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പേഷ്യൻസ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരും, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേഷ്യൻസാണ്. ഇവിടെ പ്രിയപ്പെട്ട ജോമോൻ അച്ഛൻ ഇരിപ്പുണ്ട്. ഡോക്ടർ ഗംഗാധരനോട് ഞാൻ ചോദിച്ചു, ജോമോൻ അച്ഛനെ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ക്യാൻസർ രോഗം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ജോമോൻ അച്ഛന് വേണ്ടി വൈദിക സെമിനാരി കുടുംബം
പരിശുദ്ധ സഭ, പരിശുദ്ധ ബാബ, എല്ലാ തിരുമേനിമാരും അച്ഛന്മാരും സഭാമക്കളും പ്രാർത്ഥിച്ചു. തീർന്നു പോകും, കടന്നു പോകും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലെത്തിയപ്പോഴും ജോമോനച്ഛനെ ദൈവത്തിൻ്റെ കരുണയാൽ കൈപിടിച്ചുയർത്തി ക്യാൻസർ രോഗത്തിൻ്റെ അപ്പുറം എത്തിക്കാനായി ഡോക്ടർ വി പി ഗംഗാധരന് സാധിച്ചു. പരിശുദ്ധ ബാബ തിരുമേനി 1 മിനിറ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ഒരു ആഗ്രഹമാണ് ജോമോനച്ഛൻ ഡോക്ടർ വി പി ഗംഗാധരനിൽ നിന്ന് ലഭിച്ച ആ സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷ 1 മിനിറ്റ് കൊണ്ട് പറയും. പരിശുദ്ധ ബാബ തിരുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാന്യനായ ബെഞ്ചമിൻ കോശി സാറ്, ഏറ്റവും ആദരണീയനായ വി പി ഗംഗാധരൻ സാറ്, പ്രിയ റബ്ബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, ഡോക്ടറെ സംബന്ധിച്ച് 13 വർഷം മുമ്പ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ വാർഡിൽ കിടക്കുമ്പോൾ ഡോക്ടറിൻ്റെ ആ മുഖം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തും. അന്ന് സെമിനാരിയിൽ 1-ാം വർഷം വിദ്യാർത്ഥിയായി 21 വയസ്സായിട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതെല്ലാം മിക്കവാറും കോളേജ് സ്റ്റുഡൻസും സ്കൂളിൽ പഠിക്കുന്ന കുറേ ചെറുപ്പക്കാരാണ്. ഞങ്ങൾക്ക് ഈ ഡോക്ടർ ഒന്നും പരിശോധിച്ചില്ലെങ്കിലും ഡോക്ടർ ആ വാർഡ് വഴി ഒന്ന് വരുന്നത് ഞങ്ങൾ നോക്കും. കാരണം ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ചൊന്നും നോക്കണ്ട, തോളിലൊന്ന് തട്ടിയിട്ട് ഹലോ എന്തുകൊണ്ട് സുഖമാണോ ഇത്രയൊന്ന് ചോദിച്ചാൽ മതി. ഡോക്ടറുടെ ആ ഒരു പ്രസൻസ് ഈ പേഷ്യൻസിൽ ഒരു പ്രത്യേകമായ ഊർജം കൊടുക്കും. ഇത് ഒരു കഴിവിൻ്റെ ഒരു കാര്യമല്ല എന്ന് ഞങ്ങളപ്പോൾ പറയും. ഡോക്ടർക്ക് ദൈവം കൊടുത്ത ഒരു വരദാനത്തിൻ്റെ ഒരു പ്രസരണം മാത്രമാണ് ആ സമയത്ത് ഈ പേഷ്യൻസിൽ ഉണ്ടാക്കുന്നത്. ഡോക്ടറിൻ്റെ കീമോതെറാപ്പിയേക്കാൾ കൂടുതലും ഞാൻ ഇപ്പോഴോർക്കുന്നത് ഡോക്ടറുടെ പായസ തെറാപ്പിയാണ്. അന്ന് ഈ ഓണത്തിൻ്റെ അവധി സമയത്തൊക്കെ മിക്കവാറും ഡോക്ടേഴ്സൊക്കെ ലീവ് എടുത്ത് പേഷ്യൻസുമൊക്കെ അവധി എടുക്കുന്നതായ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ട്രീറ്റ്മെൻ്റ് ഒന്നും കാണുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് അന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഒരു തിരുവോണ നാളിൽ രാവിലെ വീട്ടിൽ നിന്നും ഒരു മൊന്തയിൽ, കൈപ്പിടിയിലുള്ള ഒരു മൊന്തയിൽ പായസമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഡോക്ടറുടെ പത്നിയായിരിക്കുന്ന ചിത്ര മാഡം ഉണ്ടാക്കി കൊടുത്ത പായസവുമായിട്ട് ഓരോ പേഷ്യൻസിൻ്റെ അടുക്കൽ വന്ന് എടുത്തു കൊടുക്കുന്ന ഒരു ഡോക്ടറെയാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടറുടെ കീമോതെറാപ്പി എന്ന് പറയുന്ന ഒന്നിനേക്കാൾ ഉപരി ഓർമ്മയിൽ നിൽക്കുന്നത് എപ്പോഴും ആ ഒരു പായസ തെറാപ്പിയാണ്. കാരണം ഡോക്ടറിൻ്റെ പ്രസൻസ് അങ്ങനെയാണ്. രോഗിയുടെ കൂടെ കയറി കട്ടിലേൽ ഇരുന്ന് തോളത്ത് തട്ടി എന്തോ ഉണ്ട്, ഈ മറ്റ് നിങ്ങൾ രോഗിയൊന്നുമല്ല കേട്ടോ, നിങ്ങളൊരു ടൂറിന് വന്നതാണെന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതായ ഒരു മെത്തേഡ്, അത് ഭയങ്കരമായിട്ട് രോഗികളെ സ്വാന്തനപ്പെടുത്തുന്നു. ഒരു പുതിയ മേഖലയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ആ ഒരു ശക്തി മാത്രം മതിയായിരുന്നു. രണ്ടാമതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്, ഈ ഡോക്ടറുടെ ഒരു പ്രത്യേകത, രോഗി എങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് നന്നായിട്ട് ആരായുമായിരുന്നു. നിനക്ക് പണമുണ്ടോ, നീ എങ്ങനെയാണ് നിൻ്റെ ചികിത്സ നടത്തുന്നതെന്ന് ഓരോരുത്തരോടും ശ്രദ്ധിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ കൂടെ കിടന്ന ഒരു ചെറുപ്പക്കാരനായ 19 വയസ്സുള്ള സുജിത്ത് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അവൻ്റെ ഒരു പ്രത്യേകത, അവൻ ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്. അവനിങ്ങനെ ഡോട്ടുകളിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ പോലെ ചിത്രമാക്കി ഇറങ്ങി വരും. വരകളല്ല, ഡോട്ടുകൾ മാത്രം വിട്ടുകൊണ്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ അവനിങ്ങനെ വീടുകളിൽ കുറേ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അവനൊരു ദിവസം എടുത്തുകൊണ്ട് വന്ന് പല ഡോക്ടേഴ്സിനെയും ഇത് കാണിച്ചു. അവസാനം ഗംഗാധരൻ സാറ് വന്നപ്പോൾ ഇതെടുത്ത് കാണിച്ചു. ഡോക്ടർ അന്ന് ഇത് എടുത്തുകൊണ്ട് പോയി. അടുത്ത ഞായറാഴ്ചത്തെ മനോരമ സപ്ലിമെൻറ്റും ഹിന്ദുവിൻ്റെ സ്റ്റേറ്റ് പേജും ഇദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക്, സുജിത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതായ പണം ആ ആഴ്ച കൊണ്ട് തന്നെ അവിടെ എത്തുവാനായിട്ട് സാധിച്ചു. അപ്പം ഡോക്ടർ ഓരോ പേഷ്യൻസും എങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് നോക്കി. മരുന്ന് വേണമെങ്കിൽ മരുന്ന് കമ്പനിയിൽ നിർബന്ധമായിട്ട് പറഞ്ഞ് കുറപ്പിച്ചു കൊടുക്കുന്നതായ ഒരു ഡോക്ടറെ നമുക്ക് അധികം കാണാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഈ കാലത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ ബാബാതിരുമേനി പറഞ്ഞതുപോലെ ഏത് നിമിഷം വേണമെങ്കിലും ഡോക്ടറെ വിളിക്കാം. ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഡോക്ടർ എടുത്തില്ലെങ്കിൽ രാത്രിയിൽ 12 മണിക്ക് തിരികെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും 7 മണിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രഭാത ധ്യാനവും കഴിഞ്ഞ് ഊർജ്ജസ്വലനായിട്ട് കസേരയിൽ വന്നിരിക്കുന്ന ഡോക്ടറെ കാണും.
അപൂർവമായിട്ട് 4 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രമേ ഈ ഡോക്ടർക്ക് ഉറക്കമുള്ളൂ. ഞങ്ങൾ ഈ വൈദ്യ ശുശ്രൂഷയും വൈദിക ശുശ്രൂഷയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഡോക്ടറുടെ ആ ഒരു ശുശ്രൂഷയും ഞങ്ങളുടെ ശുശ്രൂഷയും തമ്മിൽ നോക്കുമ്പോൾ ഒത്തിരി വ്യത്യസ്തതകൾ ഉണ്ടാകും. ഞങ്ങൾക്ക് അത്രയും അർപ്പണമില്ലല്ലോ എന്ന് പലപ്പോഴും ഇതിനെക്കുറിച്ച് തോന്നിപ്പോകും. ഡോക്ടറുടെ ആ ഒരു വൈദ്യ ശുശ്രൂഷ രംഗത്ത് ദൈവം നൽകിയ ഈ ഒരു അത്ഭുത സിദ്ധി ഈ കേരള ജനതയ്ക്കാകമാനം ഇന്ത്യയിൽ തന്നെ ഡോക്ടർ VP ഗംഗാധരൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻ്റ് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആ ഡോക്ടറുടെ ദൈവ സ്പർശമുള്ള ആ ഒരു കരങ്ങളാണ്, ആ ഒരു മനസ്സാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവാർഡ് നൽകുവാൻ ഈ പ്രത്യേകിച്ച് മാർ തേവോദോസിയോസ് എന്ന മനുഷ്യസ്നേഹിയുടെ പേരിലുള്ള അവാർഡ് തികഞ്ഞ മനുഷ്യസ്നേഹിയായിരിക്കുന്ന ഈ ഡോക്ടർക്ക് നൽകുവാൻ നടത്തിയ തീരുമാനത്തെ ഈ ബദനി സമൂഹത്തെയും അനുമോദിച്ചുകൊണ്ടും ബഹുമാന്യനായ ഡോക്ടർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. അച്ഛൻ്റെ സാക്ഷ്യം ഹൃദയസ്പർശിയാവുന്നു. ഏറ്റവും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമനസിനെ അവാർഡ് സമർപ്പണത്തിനായി ഭക്തി ആദരപൂർവ്വം ഈ അവസരത്തിൽ ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിനായി ആരാധ്യനായ ഡോക്ടർ VP ഗംഗാധരനെ സവിനയം ക്ഷണിക്കുന്നു. Bethania 2014 presented to Dr. VP Gangadharan, an eminent oncologist of South India and the founder of the Cochin Cancer Society, Rani Penna, 2014 August 5th, Beniasam Superior Signature. ഇതോടൊപ്പം തന്നെ ഈ മാസം 7-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് ഡോക്ടർ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൻ്റെ ആശംസയും കൂടെ ഈ അഡ്വാൻസ് ഞാൻ ഈ അവാർഡ് ഡോക്ടർക്ക് ഞാൻ സമർപ്പിക്കുന്നു. സേവനം എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമാക്കി മാറ്റിയ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ VP ഗംഗാധർ സാറിനെ മറുപടി പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയ വൈദ്യശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സദസ്സിൽ വന്നിരിക്കാനും നിങ്ങളുടെയൊക്കെ ആദരവ് ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതും ഞാൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ധാരാളം വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തന്നെ അത് ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള സന്തോഷമുണ്ട്. എനിക്ക് ആ ഒരു സന്തോഷം തുടങ്ങുന്നതാണ്, ഞാൻ ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ മാറി ഞാൻ നല്ല മനോഹരമായ ആ സ്ഥലം കണ്ടപ്പോൾ പാലം കഴിഞ്ഞ ഉടനെ ഞാൻ കാറ് നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മുകളിലെ വീട്ടിൽ നിന്ന് അമ്മച്ചി ഓടി വന്നിട്ട് ചോദിച്ചു, ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ഒരു 1-1.5 വർഷം മുമ്പ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങൾ അങ്ങനെ വീണ്ടും കിട്ടുന്ന സന്ദർഭങ്ങളാണ് ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ തോന്നാറുണ്ട്. കാരണം നമുക്ക് സ്നേഹിക്കാൻ ധാരാളം ആൾക്കാരും നമ്മളെ സ്നേഹിക്കാൻ അതിലുപരി ആൾക്കാരുമുള്ള ഒരു ജീവിതമാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നാറ്. എപ്പോഴും അവിടെ ഒരുപക്ഷെ നിങ്ങളാരും കാണാത്ത പല ജീവിതങ്ങളും മുഖങ്ങളും ഞാൻ
ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഇവിടെ നൽകിയ ഈ തുക ആർക്ക് നൽകണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ അവരൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോകമെന്നും എന്താണ് ജീവിതം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ആ ഒറ്റ ഉദാഹരണം മതി. ഇന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ 5ാം നിലയിൽ ബോംബെയിൽ നിന്ന് ചേക്കേറിയ ഒരു ചെറിയ കുടുംബമുണ്ട്. ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗ്രഹനാഥന് ലുക്കീമിയാണ്. ഒരുമാതിരി കയ്യിലുള്ള പണം മുഴുവൻ ബോംബെയിലെ പല ആശുപത്രിയിലുമായിട്ട് ചെലവാക്കി കഴിഞ്ഞു. ഭാര്യ ഒരു സീനിയർ നേഴ്സാണ്. 2 മക്കൾ. ഒരാൾ മൂത്ത മകൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. രണ്ടാമത്തത് മകളാണ്. മകൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഞാൻ കാണുന്നത് ഒരു 3 ആഴ്ച മുമ്പാണ്. ഒരു അരമണിക്കൂർ ഞാൻ സംസാരിച്ചപ്പോഴേ ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇവരെ സഹായിച്ചേ മതിയാവുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 12ാം ക്ലാസ്സുകാരൻ അവൻ്റെ ഈ വർഷത്തെ പഠിത്തം ഉപേക്ഷിച്ചു. 10ാം ക്ലാസ്സുകാരി അവളുടെ ഈ വർഷത്തെ പഠിത്തം ഉപേക്ഷിച്ചു. കാരണം അച്ഛനെ ചികിത്സിക്കാനായിട്ട് അമ്മയും അച്ഛനും ഈ കുട്ടികളും കൂടെ നാട്ടിലേക്ക് വന്നപ്പോൾ അവർ രണ്ടുപേരുടെ പഠിത്തം വഴിമുട്ടി. ആ കിടക്കെ കിടന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രോഗി പറയും, അവന് ഞാൻ ഇക്കൊല്ലം പഠിക്കണ്ടെന്ന് പറയാൻ കാരണം അവന് IIT-യിൽ തീർച്ചയായും കയറാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഇക്കൊല്ലം അവൻ പോയി പരീക്ഷ എഴുതിയാൽ ശരിയാവില്ല, അതുകൊണ്ട് അടുത്ത വർഷം എഴുതിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലായിരിക്കും. ഉച്ചയ്ക്ക് ഇവർ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ഊണ് വാങ്ങിച്ചിട്ട് ആ 3 പേരും കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പൈസയില്ല, പറയില്ല, പക്ഷെ ആരോടും പറയില്ല. ഒരു മീൻ, ക്യാൻറ്റീനിലെ മീൻ വളരെ ചെറിയൊരു മീൻ കഷ്ണം വാങ്ങിച്ച് ഒരു 3 പേരും കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടാണ്. ആ 12 വയസ്സുകാരൻ പലപ്പോഴും രാവിലെ അവൻ്റെ പ്രഭാത ഭക്ഷണം അവൻ ഉപേക്ഷിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന എന്ത് മെച്ചമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല, എനിക്ക് വേണ്ട. പക്ഷേ പിന്നീട് ആ അമ്മ വന്ന് പറഞ്ഞു, അവന് അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ അങ്ങനെയെങ്കിലും കുറേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 2 പേരും കഴിക്കുന്നത്, 2 മക്കളും കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ്, ഉച്ചക്കത്തെ ഭക്ഷണം മാത്രമാണ്. ഇതൊരു കഥയല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യൻ തന്നെ പറയും. അദ്ദേഹം പോയി അവൻ്റെ പോക്കറ്റിൽ ഒരു 10,000 രൂപ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പൈസയല്ല, നിങ്ങളുടെ 2 പേരുടെയും ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള പൈസയാണെന്ന് ഇട്ട് കൊടുത്തിട്ട് പോകുന്നു. ഞങ്ങളതുപോലെ അവർ ചികിത്സയ്ക്കുള്ള പൈസ കുറേ ഞങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു. എന്നാലും ഇവനെ എങ്ങനെ ഇക്കൊല്ലം ക്ലാസ് കളയാതെ 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിപ്പിക്കാമെന്ന് ഞങ്ങൾക്ക് ഒരു ഊഹമില്ല, സാധിക്കില്ല. കാരണം 2 പേരും ഒരു വർഷം പോയാൽ മതിയോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്കാണ് ഇന്ന് ഇവിടെ ഈ ബദന്യാശ്രമത്തിൽ നിങ്ങൾ തരുന്ന 25,000 രൂപ എത്തിച്ചേരാൻ പോകുന്നത്. തീർച്ചയായും ആ 25,000 രൂപ തന്നെ അവർക്ക് വലിയ കാര്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് അവർക്ക് ജീവിക്കാനുള്ളൊരു തുകയായിട്ട് തന്നെ അത് എത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോട് തന്നെ ആ തുക ഞാൻ അവർക്ക് വേണ്ടി തന്നെ കൊടുക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഇതുപോലൊരു മറ്റൊരു മുഖം ഞാൻ മിനിഞ്ഞാന്ന് കാരിത്താസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു. ഇന്ന് ഇവിടെ പറയാൻ കാരണം നമ്മുടെ ബഹുമാന്യനായ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അജയ് വിഘോഷ് ഇരിക്കുന്നതുകൊണ്ടാണ്. 7 മക്കളുടെ അമ്മയായ ഒരു വൃദ്ധയായ സ്ത്രീ, ഒരു വീട് തീക്കോയിലാണ്. അവർക്ക് കുടലിന് ക്യാൻസറായിരുന്നു. ചികിത്സ കഴിഞ്ഞു, ചികിത്സിച്ച് പോയി. ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നത് ഒരു വൃദ്ധസദനത്തിലെ ഒരു സ്ത്രീയാണ് കൂടെ വന്നത്.
ഞാൻ ചോദിച്ചു എന്താണ് വേറെ ആരും കൂടെ ഇല്ലെന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ കരഞ്ഞു തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, 7 മക്കളും എൻ്റെ ചുറ്റും താമസിക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് 6 മക്കൾ താമസിക്കുന്നുണ്ട്. ഈ തീക്കോയിൽ 6 പേര് ചുറ്റും താമസിക്കുന്നുണ്ട്. ഒരു മകൾ മാത്രം കുറച്ച് ദൂരെ. പക്ഷേ ഈ 6 പേരുടെ നടുവിൽ അവസാനം ഒരു വൃദ്ധസദനത്തിൽ താമസിക്കേണ്ട ഗതികേടാണ് എനിക്ക് വന്നതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത വഴി എന്നോട് പറഞ്ഞതാണ്, ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായും കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണിതൊരു വീടുണ്ട്, ആ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്, മറ്റു വൃദ്ധസദനത്തിൽ മാത്രം. പക്ഷേ ആ വീട്ടിൽ പോലും എനിക്ക് താമസിക്കാൻ സാധിച്ചില്ല. വീട്ടിലാണ് ഏറ്റവും അവസാനം പോയി താമസം തുടങ്ങിയത്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന മകൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ അധികം താമസിക്കാതെ കൈയും കാലും കെട്ടി ഒരു പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിന്നെ വിടുമെന്ന് പറഞ്ഞു. അന്ന് ആ വീട് ഇറങ്ങേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണൊരു പക്ഷേ ഞാൻ എഴുതിയും ഞാൻ കണ്ടമായ ഈ ജീവിതമെന്ന അത്ഭുതം. ആ അത്ഭുതത്തിൻ്റെ മുമ്പിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ അത് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വന്നില്ലെങ്കിൽ ഞാനൊരു പക്ഷേ ഒരു മനുഷ്യനായിരിക്കില്ല. ആ ഒരു മാറ്റമായിരിക്കാം കുറച്ചെങ്കിലും എന്നെ ഒരു മനുഷ്യനാക്കാൻ സാധിച്ചതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അതിനെ വഴിതെളിയിച്ച ദൈവത്തിനോട് നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ ഇത് ഇന്ന് ഇവിടെ നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കാനും ഇത് ഇത്രയും ഒരു ആദരണീയമായ സദസ്സിന് മുമ്പിൽ നേടാനും സാധിച്ചുള്ളൊരു സന്തോഷം മറ്റൊന്നാണ്. കാരണം എൻ്റെ ജന്മദിനം ഇന്നാണ്. ഞങ്ങൾ നാൾ നോക്കുന്നവരാണ്. നാൾ പ്രകാരം എൻ്റെ 60ാം പിറന്നാളാണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ പിറന്നാളിൽ ഇങ്ങനൊരു സദസ്സിൽ പ്രത്യേകിച്ചും ദൈവത്തോട് വളരെ 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 അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും അടുത്തിരുന്നുകൊണ്ട് തന്നെ ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചാലും കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചാലും ദൈവത്തിനോട് നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. ആരാധ്യനായ ഡോക്ടറിന് ബഥനിയുടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഹൃദ്യമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മലങ്കര സഭയുടെ അതിർവരമ്പുകൾ വിശാലമാക്കിയ അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനിയുടെ ചരമ കനക ജൂബിലി വർഷ പ്രഖ്യാപനം നടത്തുന്നതിന് നിലയ്ക്കൽ ഭദ്രാസന അധിപൻ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ ധന്യമായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്ദരായ പിതാക്കന്മാരെ, വന്ദരായ റമ്പാച്ചന്മാരെ, വന്ദരായ കോറപ്പിസ്കോപ്പമാരെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനരായ സിസ്റ്റേഴ്സ്, സ്നേഹനിധികളായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു ചരിത്ര സമ്മേളനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. 2-3 പ്രധാന സംഭവങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഥനി മണ്ണിൽ ജീവിച്ച് ഇവിടെ പ്രാർത്ഥിച്ച് മലങ്കര സഭയ്ക്ക് പരിമളമായി മാറിയ, മലങ്കര സഭയ്ക്ക് അതിശ്രേഷ്ഠമായ നേതൃത്വം നൽകിയ 3 സഭാപിതാക്കന്മാരെ ഇന്നിവിടെ അനുസ്മരിച്ചു. ഇന്നും നാളെയുമായി ആ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ ഇവിടെ ആചരിക്കുന്നു. പക്ഷേ മുൻകാലഘട്ടങ്ങളിലേക്കാൾ കൂടുതലായി മലങ്കര സഭ മുഴുവൻ്റെ ശ്രദ്ധ ഈ ബഥനി ആശ്രമത്തിലേക്കും ഈ പെരുന്നാളിലേക്കും പെരുന്നാൾ ചടങ്ങുകളിലേക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതിൻ്റെ ചടങ്ങുകളും മോടികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി ബഥനി സമൂഹത്തെ ഈ തരുണത്തിൽ പ്രത്യേകമായി അനുമോദിക്കുന്നു. പിതാക്കന്മാരുടെ പ്രാധാന്യം കഴിഞ്ഞുപോയ തലമുറയ്ക്ക് നേരിട്ട് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും സാധിച്ചിരുന്നുവെങ്കിൽ പുതിയ തലമുറയ്ക്ക് വാക്കുകളിലൂടെയും വരകളിലൂടെയും വായിച്ചറിയുന്നതിനും കേട്ടറിയുന്നതിനും തക്ക വിധം ഈ വിധത്തിലുള്ള സമ്മേളനങ്ങൾ ക്രമീകരിക്കുകയും
പ്രസിദ്ധീകരണങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വരും തലമുറയും ഈ അതിശ്രേഷ്ഠരായ പിതാക്കന്മാരെ മനസ്സിലാക്കുന്നതിനും അവർ ധന്യജീവിതം പിന്തുടരുന്നതിനും നമുക്കിടയാകും. ഈ സമ്മേളനത്തിൽ വെച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് മനുഷ്യസ്നേഹി എന്ന് വിശേഷിപ്പിച്ച ഡോക്ടർ വി പി ഗംഗാധരനെ അനുമോദിച്ചു. ബഹുമാനപ്പെട്ട ജോമോനച്ചൻ തന്നെയും സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും ആ കരസ്പർശത്തിൻ്റെ, ആ സാന്നിധ്യത്തിൻ്റെ, ആ നോട്ടത്തിൻ്റെ, ദൈവകൃപ ആ കരങ്ങളിലൂടെ ഒഴുകി വന്നതിൻ്റെ അനുഭവം ഇവിടെ വിവരിച്ചു. എത്രയോ ആയിരം ദുരിതമനുഭവിക്കുന്നവരെ, അവർക്കൊക്കെ ആ കരങ്ങൾ ഈശ്വരൻ്റെ ആശ്വാസത്തിൻ്റെ കരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മലങ്കര സഭ മുഴുവൻ്റെയും ഈ സമൂഹത്തിൻ്റെ ഒക്കെ പ്രാർത്ഥനകൾ, അനേകം കൃപകൾ, ഈശ്വരകൃപ അങ്ങിലൂടെ അനേകർക്ക് ലഭ്യമായി തീരട്ടെ എന്ന് തുടർന്നും പ്രാർത്ഥിക്കുന്നു. ജന്മദിനത്തിൽ പ്രത്യേക ആശംസകൾ. ഈശ്വരൻ കൂടുതൽ കൃപയും കടാക്ഷവും ചൊരിഞ്ഞു തന്ന് അനേകർക്ക് അങ്ങയിലൂടെ ആശ്വാസം ലഭ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ഒരു ചടങ്ങിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ബഥനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ് അഭിയുതനായ അലക്സിയോസ് മാർ തെവദോസിയോസ് തിരുമേനി 1965 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്, കൂടാരപ്പെരുന്നാൾ ദിവസം വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ധൂപാർപ്പണ സമയത്ത് ആ പിതാവ് ദൈവസന്നിധിയിലേക്ക് തൻ്റെ ആത്മാവ് ധൂപത്തോടൊപ്പം കടന്നുപോയി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തൻ്റെ ആയുഷ്കാലം മുഴുവനും മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ധ്യാനഗുരു മാത്രമായിരുന്നില്ല, പടപൊരുതിയ ഒരു വീരാളി കൂടിയായിരുന്നു എന്നാണ് ചരിത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ കാലഘട്ടം സുഖകരമായ കാലഘട്ടമായിരുന്നില്ല. ഇന്നും അങ്ങനെയല്ലെങ്കിൽ തന്നെയും ഒട്ടേറെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ഒട്ടേറെ ദുരിത അനുഭവങ്ങൾ, വേദനകളുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനോടൊക്കെ പോരാടി മലങ്കര സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകി മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം, സന്യാസ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറന്ന ആ വലിയ പിതാവിൻ്റെ 50-ാം ഓർമ്മ പെരുന്നാൾ അടുത്ത വർഷം ആചരിക്കുമ്പോൾ ചരമ കനക ജൂബിലി വർഷം 49ാമത് ഓർമ്മ പെരുന്നാളാകുന്ന ഈ സന്ദർഭത്തിൽ ആരംഭിക്കുകയാണ്. ബഥനി സമൂഹം ആ പിതാവിൻ്റെ, സ്ഥാപക പിതാവിൻ്റെ സ്മരണ നിലനിർത്തത്തക്ക വിധം ഈ കനക ജൂബിലി വർഷം വിശിഷ്ടമായ പരിപാടികളോടുകൂടി ആചരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആരംഭം ഈ പെരുന്നാളിൽ നിർവഹിക്കുകയും അടുത്ത ഒരു വർഷക്കാലം വിവിധ പരിപാടികളോടുകൂടി ഇത് നിർവഹിക്കുമ്പോൾ മലങ്കര സഭയ്ക്ക് ഒരു പുതിയ അധ്യായം രചിച്ചു തന്ന, അതിനാരംഭം കുറിച്ച അലക്സിയോസ് മാർ തെവദോസിയോസ് തിരുമേനി ആ പിതാവിൻ്റെ നാമത്തിൽ പുതിയ ഒരു ചരിത്രം ആരംഭിക്കുന്നതിന് ബഥനി സമൂഹത്തിന് മലങ്കര സഭയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മലങ്കര സഭയ്ക്ക് അതിശ്രേഷ്ഠരായ പിതാക്കന്മാരെയും വൈദിക മേലധ്യക്ഷന്മാരെയും സന്യാസിനികളെയും പ്രദാനം ചെയ്ത ഈ സമൂഹത്തിൽ ഇന്ന് നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന സന്യാസ സമൂഹങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കുറവ് എന്നുള്ളത് അതൊരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് ഒരു പുതിയ ചുവടുവെപ്പ് ആരംഭിക്കുന്നതിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനായ യൂഹാനൻ മാർ അത്താനാസിയോസ് തിരുമേനി, അഭിനന്ദനായ പൗലോസ് മാർ ബക്കോമിയോസ് തിരുമേനി, ഈ പിതാക്കന്മാരും ഈ സ്ഥാപക പിതാവിൻ്റെ പിൻഗാമികളായി, ശിഷ്യന്മാരായി മലങ്കര സഭയ്ക്ക് അതിശ്രേഷ്ഠമായ നേതൃത്വം അവരവരുടെ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള പിതാക്കന്മാരാണ്. പ്രത്യേകിച്ചും അഭിനന്ദന പൗലോസ് മാർ ബക്കോമിയോസ് തിരുമേനി
മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത, അങ്കമാലി ഭദ്രാസനത്തിൻ്റെയും ഇടുക്കി ഭദ്രാസനത്തിൻ്റെയും ചുമതല വഹിച്ചിരുന്ന പിതാവ്, ആ നിലയിലൊക്കെ മലങ്കര സഭയ്ക്ക് നൽകിയ ശ്രേഷ്ഠമായ നേതൃത്വം, അതൊക്കെ നാം എന്നും മനസ്സിൽ പുത്തൻ ചിന്തകളായി ഓർക്കുന്ന കാര്യങ്ങളാണ്. ഈ പിതാക്കന്മാരെല്ലാം പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ഈ ചരമ കനക ജൂബിലി വർഷം 2014-15 വർഷം അപ്രകാരം പ്രഖ്യാപിക്കുന്നതിന് ഈ ആശ്രമത്തിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അപ്രകാരം പ്രഖ്യാപിക്കുന്നതിന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിൻ്റെയും അഭ്യന്തരായ എല്ലാ പിതാക്കന്മാരുടെയും അനുവാദത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ അടുത്ത ഒരു വർഷക്കാലം അഭ്യന്തനായ അലക്സിയോസ് മാർ തെയോദോസിയോസ് തിരുമേനിയുടെ ചരമ കനക ജൂബിലി വർഷമായി പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമനസിൻ്റെ അനുഗ്രഹീത വാക്കുകൾക്ക് നന്ദി. അടുത്തതായി സ്കോളർഷിപ്പ് വിതരണമാണ്. റാന്നിയുടെ സമാരാധ്യനായ MLA ശ്രീ രാജു എബ്രഹാം അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ധ്യ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്ധ്യ തിരുമേനിമാരെ, പ്രിയപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, നമ്മൾ അവാർഡ് നൽകി ആദരിച്ച ഡോക്ടർ ജി ഗംഗാധരൻ, വൈദിക ശ്രേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവരെ, ബദനി കുന്നുകൾ ധ്യാന നിമഗ്നമായിരിക്കുകയാണ്. അഭിവന്ധ്യ പിതാക്കന്മാരുടെ ഓർമ്മകൾ പേറിക്കൊണ്ടാണ് അനേകർ ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ ധന്യ മുഹൂർത്തം അതിൻ്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും വന്ധ്യ സഭാ മതമേലധ്യക്ഷന്മാർ, അഭിവന്ധ്യ തിരുമേനിമാർ ഈ ചടങ്ങിനെത്തിയത്. തീർച്ചയായിട്ടും ഈ ഓർമ്മ പെരുന്നാളിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാം. അത് കൂടുതൽ വിപുലമായ പരിപാടികളോടുകൂടി അടുത്ത വർഷം മുതൽ കൊണ്ടാടും എന്ന് ഇവിടെ നിക്കാദിമിയോസ് തിരുമേനി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഈ നിമിഷങ്ങളെ കൂടുതൽ ധന്യമാക്കുന്നത് വലിയൊരു മനുഷ്യസ്നേഹിയെ നാം ഇന്ന് ആദരിച്ചതിലൂടെയാണ്. അത്തരത്തിലൊരു വലിയ തീരുമാനമെടുക്കാൻ തയ്യാറായ ഓർത്തഡോക്സ് സഭാ നേതാക്കന്മാരെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൻ്റെ ആധ്യാത്മിക രംഗത്തിന് മാത്രമല്ല, സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിക്കെല്ലാം നേതൃത്വം നൽകാൻ എന്നും മുൻപന്തിയിൽ നിന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ. തീർച്ചയായിട്ടും അഭിവന്ധ്യ കാതോലിക്ക ബാവ പിതാവിൻ്റെ ഏറ്റവും വലിയ നേതൃത്വം സഭയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. അങ്ങനെ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട കുടിവെള്ള ആവശ്യത്തിൻ്റെ പ്രശ്നം ബദനി ആശ്രമത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചപ്പോൾ അഭിവന്ധ്യ നിക്കാദിമിയോസ് തിരുമേനിയും അതുപോലെ തന്നെ അച്ഛന്മാരുമെല്ലാം ചേർന്ന് ഈ 2 പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വലിയ കുടിവെള്ള വിതരണ പദ്ധതിക്ക് ഏതാണ്ട് 1 ഏക്കർ സ്ഥലം ചെറിയ വിലയ്ക്ക് നൽകാൻ സന്നദ്ധമായി. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തീർച്ചയായിട്ടും ഈ ആശ്രമത്തോട് കടപ്പെട്ടിരിക്കുന്നു. അതിന് ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ ഞാൻ പ്രത്യേകമായ നന്ദിയും കൃതജ്ഞതയും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്കോളർഷിപ്പ് വിതരണം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സ്കോളർഷിപ്പ് വിതരണമാണ്. സ്കോളർഷിപ്പിന് അപേക്ഷ തന്നവരും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും ഈ നമ്മുടെ മോനോട് എങ്ങനെ നിൽക്കുന്ന സൈഡിൽ 2 സൈഡിൽ ഓരോ ഡോറുകൾ കഥകളുണ്ട്. ആ സൈഡിൽ വന്ന് എല്ലാവരും വന്ന് പെട്ടെന്ന് നിൽക്കണമെന്ന് ഓർമ്മിക്കുന്നു. സ്കോളർഷിപ്പിന് അപേക്ഷ തന്ന എല്ലാവരും ഇവിടെ സ്റ്റേജിന് മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേർക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. രഞ്ജിനി ചന്ദ്രൻ പെരുന്നാൾ, രഞ്ജിനി ചന്ദ്രൻ. സിരി സജീവ് പെരുന്നാൾ,
ഏലിയാമ്മ ജേക്കബ്, ജോളി താഴേര, ഏലിയാമ്മ ജേക്കബ്, ജിനോയിൽ സൺ ഓഫ് കെ.എം. മാത്യു, തോണിക്കടവ് മാർ ഗ്രിഗോറിയോസ്, ജിനോയിൽ സൺ ഓഫ് കെ.എം. മാത്യു, തോണിക്കടവ് മാർ ഗ്രിഗോറിയോസ്, പ്രിയാമോൾ എം.ഡി. ഏഴുംപാറ പടശ്ശേരിക്കര, പ്രിയാമോൾ എം.ഡി. ഏഴുംപാറ പടശ്ശേരിക്കര, സജൻ വർഗീസ് കെയർ ഓഫ് സണ്ണി വർഗീസ് പെരുന്നാട്, സജൻ വർഗീസ് കെയർ ഓഫ് സണ്ണി വർഗീസ് പെരുന്നാട്, സാബു വർഗീസ് തോണിക്കടവ്, സാബു വർഗീസ് തോണിക്കടവ്, ജിബി ബിജി പെരുന്നാട് മുണ്ടൻമല, ജിബി ബിജി, സലീം മുഹമ്മദ് പെരുന്നാട്, സലീം മുഹമ്മദ് പെരുന്നാട്, സ്നേഹ വർഗീസ് സെന്റ് ജോർജ് നരണമൂഴി, സ്നേഹ വർഗീസ് സെന്റ് ജോർജ് നരണമൂഴി, ജെറിൽ ബീജ് നിലക്കൽ സെന്റ് തോമസ് ആനമൂഴി, ജെറിൽ ബീജ്, റീബാമോൾ വർഗീസ് സെന്റ് ജോർജ് ചിറ്റാർ, റീബാമോൾ വർഗീസ് സെന്റ് ജോർജ് ചിറ്റാർ, ലിൻസി മത്തായി സെന്റ് ജോർജ് ചിറ്റാർ, ലിൻസി മത്തായി സെന്റ് ജോർജ് ചിറ്റാർ, ലിജോസ് ജോസ് പെരുന്നാട്, ലിജോസ് ജോസ് പെരുന്നാട്, അഞ്ചു മറിയാമ്മ മാത്യു സെന്റ് തോമസ് പയ്യാറ്റുപുഴ, അഞ്ചു മറിയാമ്മ മാത്യു സെന്റ് തോമസ് പയ്യാറ്റുപുഴ, അനിൽ പി എബ്രഹാം നിലക്കൽ സെന്റ് തോമസ് ആനമൂഴി, അനിൽ പി എബ്രഹാം നിലക്കൽ സെന്റ് തോമസ് ആനമൂഴി, നിസി മേരി ജോസഫ് കൂനങ്കര, നിസി മേരി ജോസഫ് കൂനങ്കര, ലിൻസി മാത്യു സെന്റ് ജോർജ് ആനമൂഴി, ലിൻസി മാത്യു സെന്റ് ജോർജ് ആനമൂഴി, ഷെറീന തോമസ് താഴേര, ഷെറീന തോമസ് താഴേര, ഷീജ തോമസ് പെരുന്നാട്, ഷീജ തോമസ് പെരുന്നാട്, ബാബു പള്ളിപ്പറമ്പിൽ ബെന്നി സെന്റ് തോമസ് പെരുന്നാട്, ബാബു പള്ളിപ്പറമ്പിൽ ബെന്നി സെന്റ് തോമസ് പെരുന്നാട്, സജൻ എം.എസ്. നിലക്കൽ സെന്റ് തോമസ്, സജൻ എം.എസ്. നിലക്കൽ സെന്റ് തോമസ്, അനീഷ് എം. വർഗീസ് പൊക്കാത്തോട്, അനീഷ് എം. വർഗീസ് പൊക്കാത്തോട്, അൻസു എം. വർഗീസ് പൊക്കാത്തോട്, അൻസു എം. വർഗീസ് പൊക്കാത്തോട്, ആനി ലാസർ പത്തനാപുരം, ആനി ലാസർ പത്തനാപുരം, ബഹുമാനപ്പെട്ട എം.എൽ.എക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഏറ്റവും ബഹുമാന്യനായ ഷൈജു കുര്യനച്ചനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ അനുവാദത്തോടുകൂടി ഒറ്റ വാക്കിൽ ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുകയും മാത്തേവദേസസ് അവാർഡ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമനസിൻ്റെ തൃപ്പാദങ്കൽ ബദനി സമൂഹത്തിൻ്റെ ഈ കൂടി വന്ന എല്ലാ വിശ്വാസികളുടെയും ഭക്തി ആദരപൂർവമായ നന്ദി സമർപ്പിച്ചുകൊള്ളുന്നു. സന്ദേശം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിച്ച സഭയുടെ അഭിയന്യ പിതാക്കന്മാരായ അഭിയന്യ ക്ലിമീസ് തിരുമേനി, അഭിയന്യ സെവേറിയസ് തിരുമേനി, അഭിയന്യ ദിവനാശസ് തിരുമേനി, അഭിയന്യ നിക്കോദിമസ് തിരുമേനി, അഭിയന്യ ജൂലിയോസ് തിരുമേനി, അഭിയന്യ സെറാഫിൻ തിരുമേനി, ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ തൃപ്പാദത്തിൽ ഈ ബദനി സമൂഹത്തിൻ്റെ കൂടി എല്ലാവരുടെയും ഭക്തി ആദരപൂർവമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മുഖ്യ സന്ദേശം നൽകി
നമുക്ക് വേണ്ടതായ നല്ല ഉപദേശം നൽകിയ മലങ്കര സഭയുടെ അഭിമാന പുത്രനായ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവരുകളോടുള്ള നന്ദി കൂടി വന്ന എല്ലാവരുടെയും പേരിൽ ബദനി സമൂഹത്തിൻ്റെ പേരിൽ ഈ സമയം അർപ്പിച്ചുകൊള്ളുന്നു. തികഞ്ഞ മനുഷ്യസ്നേഹിയായ അനേർക്ക് ആശ്വാസം നൽകുന്ന ബഹുമാന്യരായ നമ്മൾ ഇന്ന് തേവദോസ് അവാർഡ് നൽകി ആദരിച്ച ഡോക്ടർ VP ഗംഗാധരൻ അവറുകൾക്ക് ബദനി സമൂഹത്തിൻ്റെ കൂടി വന്ന എല്ലാവരെയും നന്ദി കൃതജ്ഞതയും സമർപ്പിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ റംബാച്ചന്മാർ, വൈദിക സിസ്റ്റർ, സിസ്റ്റേഴ്സ്, ഷമാശന്മാർ, ബ്രദേഴ്സ് എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് വേണ്ടതായ ഈ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങൽ റാന്നി ദേശത്തിൻ്റെ നിലയ്ക്ക് ഭദ്രാസനത്തിൻ്റെ നമ്മുടെ സഭയുടെ പല കാര്യങ്ങളിലും നല്ല നേതൃത്വം നൽകി നമ്മെ സഹായിക്കുന്ന നമ്മളിൽ ഒരുവനായ നമ്മുടെ ജനകീയ നേതാവ് ബഹുമാന്യരായ രാജു എബ്രഹാം MLA അവറുകളോട് ഈ ബദനി സമൂഹത്തിൻ്റെ കൂടിവന്ന എല്ലാവരെയും പേരിലുള്ള നന്ദി കൃതജ്ഞതയും സമർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് വേണ്ട മീഡിയ സപ്പോർട്ട് നൽകിയ ദൃശ്യമാധ്യമ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ്, ഒപ്പം തന്നെ പദയാത്രികരായി കടന്നു വന്ന അഭിനന്ദ തേവദാസ് സിനിമയുടെ മാതൃകയുടെ നിരണം വലിയ പള്ളിയിൽ നിന്ന് കടന്നു വന്ന പദയാത്രികർ, പക്വമി സിനിമേനി രൂപം കൊടുത്ത മാവേലിക്കരയിൽ നിന്ന് കടന്നു വന്ന വൈദിക ശ്രേഷ്ഠർ, യുവനപ്രസ്ഥാനങ്ങൾ പദയാത്രികർ, നിലയ്ക്ക് ഭദ്രാസന വിവിധ മേഖലകളിൽ നിന്ന് കടന്നു വന്ന പദയാത്രികർ എല്ലാവരോടും അവർക്ക് നേതൃത്വം നൽകിയ വൈദികരോടും ഒറ്റ വാക്കിൽ ഈ സമയം നന്ദി അർപ്പിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാർ കുടുംബമായ നിരണം മട്ടയ്ക്കൽ കുടുംബത്തിൽ നിന്ന്, കോട്ടയം ചക്കാലപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന്, ഒപ്പം തന്നെ കുരിശി കോലത്ത് കളത്തിൽ കുടുംബത്തിൽ നിന്ന് അഭിനന്ദരിമേന്മാരുടെ കുടുംബാംഗങ്ങളായി വന്ന ബഹുമാന്യരായ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. ഈ ബദനി സമൂഹം ഇത്രത്തോളം ഈ പെരുന്നാളിന് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാ ക്രമീകരണം ചെയ്ത ബദനി ആശ്രമത്തിലെ സുപ്പീരിയർ തോമസ് റംബാശൻ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളോടും കൂടി വന്ന എല്ലാവരോടും ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരോടും ഒറ്റ വാക്കി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അടുത്തതായി കാതോലിക്ക മംഗളഗാനമാണ്. അതിനുശേഷം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ആശീർവാദം നൽകും. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധമായ സംബന്ധം ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴെല്ലായ്പ്പോഴും നിന്നേക്കുണ്ടായിരിക്കട്ടെ.